ഹല്ലേലൂയ. ഇപ്പൊ വന്ദനം പറയുക എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമല്ല. ഒരു ദൈവവൈതലിന്റെ വന്ദനത്തിന്റെ അകത്ത് അസാധാരണമായ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മറിയ എന്ന് പറഞ്ഞ സഹോദരി എലിശബത്തോട് വന്ദനം പറഞ്ഞപ്പോൾ അവരുടെ ഉദരത്തിന്റെ അകത്ത് 6 മാസം ചലിക്കാതിരുന്ന ദൈവിക വാക്തത്വം ചലിച്ചവാട്ട് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നാം പറയുന്ന വന്ദനങ്ങൾക്ക് വാക്തത്വങ്ങളെ ചലിപ്പിക്കാൻ കഴിയും. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അസാധാരണമായ ശക്തിയുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ആത്മാവിൽ നിറഞ്ഞ് ആത്മാർത്ഥ ഹൃദയത്തോടെ ഒരു വ്യക്തിയോട് നാം വന്ദനം പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം മാറിയിരിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് കൈമാറപ്പെട്ട ദൈവിക വാക്തത്വങ്ങൾ ചലിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് രാത്രി ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. നിങ്ങൾ ദീർഘവർഷങ്ങളായി കേട്ടോണ്ടിരിക്കുന്ന ചില വാക്തത്വങ്ങൾക്കകത്ത് ഈ ഫാസ്റ്റിംഗ് പ്രയറോടുള്ള ബന്ധത്തിൽ അസാധാരണമായ ചലനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മിനിസ്ട്രിയെ കുറിച്ച് നിങ്ങൾ കേട്ട വാക്തത്വം, നിങ്ങളുടെ ഫാമിലി ലൈഫിനെ കുറിച്ച് നിങ്ങൾ കേട്ട വാക്തത്വം, നിങ്ങളുടെ ജോലിയെ കുറിച്ച് നിങ്ങൾ കേട്ട വാക്തത്വം, നിങ്ങളുടെ മുമ്പോട്ടുള്ള ഗമനത്തെക്കുറിച്ച്, നിങ്ങളുടെ യാത്രകളെ കുറിച്ച് നിങ്ങൾ കേട്ട ചില വാക്തത്വങ്ങൾ, അതൊക്കെ ചലിക്കുന്ന ഒരു പ്രയർ ആയിരിക്കും. ഈ പ്രയർ എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. അത് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വത്ര ഈ ദൂത് ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി 430 വർഷം അടിമത്വത്തിൽ കിടന്ന് നിലവിളിച്ച തൻ്റെ ജനത്തെ വാക്തത്വത്തിലേക്ക് നയിക്കാൻ അവരുടെ നിലവിളി കേട്ടു, അവരുടെ കണ്ണുനീര് കണ്ടു, മോശ എന്ന ദൈവമനുഷ്യനെ അയച്ചു അവരെ പുറത്തെടുത്തതുപോലെ ഇന്ന് രാത്രി ആത്മാവ് ചില കുടുംബങ്ങളോട് പ്രവചിക്കുന്നു. സ്തോത്രം. അസാധാരണമായ വാക്തത്വമുള്ള പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ വാക്തത്വം വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ എത്തേണ്ട ഒരു പൊസിഷൻ ഉണ്ട്. നിങ്ങളുടെ വാക്തത്വം വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ പ്രാപിക്കേണ്ട ചില ഉയർച്ചകളുണ്ട്. നിങ്ങളുടെ വാക്തത്വം വെച്ച് നോക്കുവാണെങ്കിൽ നിലവിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിൽ ഇരിക്കേണ്ടവരല്ല. ആ വാക്തത്വത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ തുറന്ന ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തേണ്ടവരാണ്. എന്നാൽ എന്തൊക്കെയാണോ കാരണങ്ങളാൽ ആ വാക്തത്വ പ്രകാരമുള്ള പൊസിഷനുകളിൽ എത്താൻ കഴിയാത്ത നിലകളിൽ ഉയർന്നു നിൽക്കുന്ന ചില സ്ട്രഗിളുകളെ ഇന്ന് രാത്രി ദൈവാത്മാവ് ബ്രേക്ക് ചെയ്തിട്ട് ആ വാക്തത്വ പ്രകാരമുള്ള പദവികളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ എത്തിക്കാൻ പോകുക. ആ വാക്തത്വ പ്രകാരമുള്ള പൊസിഷനുകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ എത്തിക്കാൻ പോകുക. ആ വാക്തത്വ പ്രകാരമുള്ള മിനിസ്ട്രിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ എത്തിക്കാൻ പോകുക. ആ വാക്തത്വ പ്രകാരമുള്ള സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ എത്തിക്കാൻ പോകുക. ഇതൊരു സാധാരണ വാക്കാട്ട് എടുക്കരുത്, ഒരു നോർമൽ വാക്കാട്ട് എടുക്കരുത്. ഇത് ദൈവത്തിന്റെ ശബ്ദമായി ഇന്ന് രാത്രി ആരൊക്കെ സ്വീകരിക്കുമോ അവർക്ക് വേണ്ടി അടുത്ത ചില മണിക്കൂറുകൾക്കകത്ത് തന്നെ കർത്താവിന്റെ കരം ചലിക്കുന്നത് വിശ്വാസത്താൽ സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൈവാത്മാവ് എന്നോട് പറയുന്നു, വാക്തത്വങ്ങൾക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന അടിമത്വത്തിന്റെ സ്വാധീനങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊളിക്കാൻ പോകുക. വാക്തത്വങ്ങൾക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന സാഹചര്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പൊളിക്കാൻ പോകുക. വാക്തത്വത്തിന് വിരോധമായി ആഞ്ഞടിക്കുന്ന പ്രതിബന്ധങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു കളയാൻ പോകുക. വാക്തത്വത്തിന് വിരോധമായി ആഞ്ഞടിക്കുന്ന കാറ്റിനെ ഇന്ന് രാത്രി യേശു ശാന്തമാക്കാൻ പോകുക. വാക്തത്വത്തിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന സമസ്ത മേഖലകൾക്കകത്തും കർത്താവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുമെന്ന് പറഞ്ഞാൽ അവനെ വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ ദൂതനെ സ്വീകരിച്ചാട്ടെ. ഈ കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്
ഈ പ്രതിസന്ധിയുമായിട്ട് അടുത്ത് നിൽക്കുന്നവരുടെ വിശ്വാസമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ആമേൻ. ഞാൻ നിങ്ങളെ നോക്കി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പ്രതിസന്ധിയുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ വിശ്വാസമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ലാസർ എന്ന് പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ മരിച്ചു, 4 ദിവസമായി നാറ്റം വെച്ചിരിക്കുന്നു. ആമേൻ. എന്നാൽ യേശു ബെഥാനിയയിലേക്ക് ചെന്നപ്പോൾ യേശു അവിടുത്തെ നാട്ടുകാരുടെ വിശ്വാസമല്ല ആവശ്യപ്പെട്ടത്, അവിടുത്തെ യഹൂദന്മാരുടെ വിശ്വാസം യേശു ആവശ്യപ്പെട്ടില്ല. അവിടെ ഈ പരിഹസിക്കുന്നവരുടെ വിശ്വാസം യേശു ആവശ്യപ്പെട്ടില്ല. ഈ പ്രശ്നമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള 2 വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ പേര് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരാളുടെ പേര് മാർത്ത എന്നാണ്, മറ്റൊരു വ്യക്തിയുടെ പേര് മറിയ എന്നാണ്. ആമേൻ. ഈ 2 പേരും പ്രാരംഭത്തിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ലാസർ ഇപ്പൊ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിലും ഞങ്ങൾക്കറിയാം ഒടുക്കത്തെ നാൾ പുനരുദ്ധാനത്തിൽ ലാസർ ഉയർത്തെഴുന്നേൽക്കും. ഈ ലാസറുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ ഈ 2 പേരാണ്. അവിടുത്തെ യഹൂദന്മാരുടെ വിശ്വാസം യേശു ആവശ്യപ്പെട്ടില്ല. അവിടുത്തെ ആ ബെഥാനിയയിലുള്ള പ്രിയപ്പെട്ടവരുടെ അവിടുത്തെ നാട്ടുകാരുടെ വിശ്വാസം യേശു ആവശ്യപ്പെട്ടില്ല. പക്ഷെ ഈ പ്രശ്നമായി അടുത്ത ബന്ധമുള്ള ഈ ലാസറുമായി അടുത്ത ബന്ധമുള്ള മാർത്തയുടെ മറിയയുടെയും വിശ്വാസം യേശുവിന് ആവശ്യമായിരുന്നു. എന്തിനു വേണ്ടിയാ? ഈ ഭൂമിയിൽ ലാസറെ സ്തോത്രം മരണത്തിൽ നിന്നും മരിച്ച അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ, ആ പ്രശ്നവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആ കുടുംബത്തിൽപ്പെട്ട സ്തോത്രം മാർത്തയുടെയും മറിയയുടെയും വിശ്വാസം യേശുവിന് ആവശ്യമായിരുന്നെങ്കിൽ, ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, 4 ദിവസമായിരിക്കാം, നാറ്റം വച്ചിരിക്കാം, നാട്ടുകാർ പറയുന്നവന് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യതയില്ലെന്നായിരിക്കാം, വീട്ടുകാർ പറയുന്നവന് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യതയില്ല എന്നൊരു വാക്കായിരിക്കാം, ചാർച്ചക്കാർ പറയുന്നത് ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ ഒരു സാധ്യതയില്ലെന്ന വാക്കായിരിക്കാം. എന്നാൽ ആ പ്രശ്നമായിട്ട് അടുത്ത് നിൽക്കുന്ന നീ ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ, നിനക്ക് വേണ്ടി തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി ആ പ്രശ്നത്തെ പരിഹരിക്കാൻ യേശുവിന് കഴിയുമെന്ന് പറഞ്ഞാൽ, ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സ്തോത്രം ആ മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിന്ന 2 പേരുടെ വിശ്വാസം, മാർത്തയുടെ മറിയയുടെ വിശ്വാസം യേശുവിന് ആവശ്യമായിരുന്നെങ്കിൽ, ഇന്ന് രാത്രി ഈ ഭൂമിയുമായി ബന്ധം നിഷേധിക്കപ്പെട്ട, ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ ഇനിയൊരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരത്തില്ലെന്ന് വിധി കൽപ്പിക്കപ്പെട്ട, ഇനിയൊരു നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് വിധി കൽപ്പിക്കപ്പെട്ട ചില വിഷയങ്ങൾക്കകത്ത് ദൈവം പ്രവർത്തിക്കണമെങ്കിൽ, ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിന്റെ വിശ്വാസം ദൈവത്തിന് ആവശ്യമാണ്. ആ വിശ്വാസം നിന്നിൽ ഇന്ന് രാത്രി വെളിപ്പെടുമെങ്കിൽ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവചിക്കുന്നു, ഇനി ഒരിക്കലും റീ എൻട്രി ഇല്ലെന്ന് പറയുന്ന വിഷയങ്ങൾക്കകത്ത്, ഇനി ഒരിക്കലും തിരിച്ചുവരവില്ലെന്ന് പറയുന്ന വിഷയങ്ങൾക്കകത്ത്, ഇനി ഒരിക്കലും മടങ്ങി വരാൻ സാധ്യതയില്ലെന്ന് പറയുന്ന വിഷയങ്ങൾക്കകത്ത് അത് നഷ്ടപ്പെട്ടു പോയി, ഇനി അതിനെ പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി ആ പ്രശ്നത്തെ പരിഹരിച്ചു. തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവ് അവനെ തിരിച്ചു പിടിച്ച് അവനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ, അവനെ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ ആ ദൂതനെ സ്വീകരിച്ചാണ്ട്. എപ്പോഴും ഈ പ്രശ്നമായിട്ട് അടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിശ്വാസമാണ് യേശുവിന് ആവശ്യം, അല്ലെ? ഇപ്പൊ ശതാധിപന്റെ വിഷയം എടുത്ത് നോക്കിക്കേ. ശതാധിപൻ ബാല്യക്കാരനുമായിട്ട് അടുപ്പമുള്ള ഒരു മനുഷ്യനാണ്, ആ ഭവനത്തിലായിരിക്കുന്ന. ആ ബാല്യക്കാരന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ ബാല്യക്കാരന്റെ മേൽ സൗഖ്യം നടന്നത് ആ ബാല്യക്കാരനുമായി ബന്ധമുള്ള ശതാധിപൻ വിശ്വസിച്ചപ്പോഴാണ്. താങ്ക് യു ജീസസ്. 4 പേർ ഒരു തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് വന്നു. ആ വ്യക്തിക്ക് ചലിക്കാൻ പറ്റത്തില്ല.
ആ തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് വന്നു. ആ ചുമന്നുകൊണ്ട് വന്ന 4 പേരുടെ വിശ്വാസമാണ് ആ തളർവാദ രോഗിയുടെ മേൽ യേശുവിന്റെ സൗഖ്യം വെളിപ്പെടാൻ കാരണമായത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രശ്നവുമായിട്ട് അടുത്ത ബന്ധമുള്ള സ്തോത്രം, നിങ്ങളുടെ വിശ്വാസമാണ് യേശു ആവശ്യപ്പെടുന്നത്. മറ്റുള്ളവർ എന്തു പറയുന്നു അത് കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല. യഹൂദന്മാർ എന്തു പറയുന്നെന്ന് കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല. ലാസറിന്റെ കുടുംബക്കാരെന്തു പറയുന്നെന്ന് കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല. ലാസറിന്റെ ചാർച്ചക്കാരെന്ത് പറയുന്നെന്ന് കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ലാസറുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള മാർത്തയും മറിയയും എന്തു പറയുന്നു, അതാണ് കർത്താവ് മൈൻഡ് ചെയ്തത്. അതിനാണ് കർത്താവ് പ്രാധാന്യം കൊടുത്തത്. അതിനനുസരിച്ചാണ് ദൈവം പ്രവർത്തിച്ചത്. ഇന്ന് രാത്രി ചിലർ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നു. ചില പ്രശ്നങ്ങൾക്കകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ സ്തോത്രം യേശുവുമായി കണക്റ്റഡായി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ആ ഒരു വിശ്വാസത്തോടുള്ള ബന്ധത്തിലായിരിക്കും അവന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. അതുകൊണ്ട് ആരോ എന്തൊക്കെയോ പറയുന്നു, അതിനൊക്കെ കേട്ട് നിരാശപ്പെടാതെ മടുത്തു പോകാതെ ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ യേശുവിന് പ്രവർത്തിക്കാൻ കഴിയും. ഇനി ആരല്ല എന്തൊക്കെ പറഞ്ഞാലും മെഡിക്കൽ റിപ്പോർട്ട് എന്തും പറയട്ടെ, ഹല്ലേലൂയ. ഡോക്യുമെന്റുകൾ എന്തും പറയട്ടെ, റിപ്പോർട്ടുകൾ എന്തും പറയട്ടെ, നിങ്ങളായിരിക്കുന്ന പ്രതലത്തോടുള്ള ബന്ധത്തിൽ നിയമപരമായ സംവിധാനങ്ങൾ എന്തും പറയട്ടെ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ നീ വിശ്വാസത്തോടെ, യേശുവോടുള്ള വിശ്വാസത്തോടെയുള്ള നിന്റെ പ്രതികരണമാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ചുറ്റുപാടും എന്തും പറഞ്ഞോട്ടെ, മെഡിക്കൽ റിപ്പോർട്ട് എന്തും പറഞ്ഞോട്ടെ, ഡോക്യുമെന്റുകൾ എന്തും പറഞ്ഞോട്ടെ, നിയമപരമായ സംവിധാനങ്ങൾ എന്തും പറഞ്ഞോട്ടെ, നിങ്ങളുടെ കൂട്ടുകാർ എന്തു വേണമെങ്കിലും പറയട്ടെ, കർത്താവ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ പ്രശ്നത്തിന്റെ അകത്ത് ചലിക്കുന്ന നീയുമായിട്ടുള്ള ബന്ധത്തിൽ നീയുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസത്തോടെ നീ പറയുന്ന വാക്കുകളെ അനുസരിച്ചായിരിക്കും ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറാം. ദൈവ മഹത്വം വെളിപ്പെടണമെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ, നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, നീ ആയിരിക്കുന്ന പട്ടണത്തിനകത്ത് ദൈവം തന്റെ മഹത്വത്തിന്റെ അടയാളമാക്കി നിന്നെ നിർത്തണമെങ്കിൽ അതോടുള്ള ബന്ധത്തിൽ യേശു ആവശ്യപ്പെടുന്നത് നിന്റെ വിശ്വാസമാണ്. അതുകൊണ്ട് പ്രതിസന്ധിയുടെ അളവിനെ കണ്ട്, പ്രതികൂലത്തിന്റെ വലിപ്പത്തെ കണ്ട്, മതിലുകളുടെ വലിപ്പത്തെ കണ്ട്, പ്രശ്നത്തിന്റെ വലിപ്പത്തെ കണ്ട് സ്തോത്രം നീ മടുത്തു പോകരുത്. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിന് ദൈവത്തിന്റെ മഹത്വത്തെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന ഒരു ഉറപ്പ് ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവം കൈമാറി ആ മഹത്വത്തെ സ്വീകരിക്കത്തക്ക നിലകളിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈ പ്രാരംഭ ദിവസം ദൈവത്തിന്റെ ആത്മാവ് പ്രാപ്തിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നയിക്കാൻ ആഗ്രഹിക്കുന്നു. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ആമേൻ. ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ ദൈവപ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനസ്സിന് വളരെയധികം പ്രാധാന്യതയുണ്ട്. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഒരു വചനം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അനുവദിച്ചാൽ ആ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയും. പക്ഷെ അതിനു മുമ്പ് തന്നെ ദൈവത്തിന്റെ ആത്മാവിനെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്, അപ്പൊ ഞാൻ ഇത് പറയാൻ ആഗ്രഹിച്ചതല്ല, എന്നാലും എൻ്റെ ഈ മെസ്സേജ് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഒരു പ്രവാചകനായിട്ടാണ്. ഞാൻ കൃപയാൽ എനിക്ക് ലഭിക്കുന്ന സമയങ്ങൾ വചനം ധ്യാനിക്കാറുണ്ട്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ആദിമ സമയങ്ങളിലൊക്കെ ഒരുപാട് മെസ്സേജ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഒരുപാട് മെസ്സേജുകൾ ഞാൻ ഫാസ്റ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് സന്ദേശങ്ങൾ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഇപ്പോഴും ചില സമയങ്ങളിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രിപ്പയർ ചെയ്ത മെസ്സേജ് ഒന്നും എവിടെ എനിക്ക് പറയാൻ സാധിച്ചില്ല. ഞാൻ പ്രിപ്പയർ ചെയ്ത സന്ദേശമായിട്ട് ഒരു സ്ഥലത്തിൽ പോകും. അവിടെ ചെന്നാൽ ഞാൻ കൊണ്ടുപോയ ഒന്നും എനിക്ക് ഇന്ന് വരെ എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്തോത്രം,
എൻ്റെ വിളിയോടുള്ള ബന്ധത്തിലായിരിക്കാം കർത്താവിന് അങ്ങനെ ആ നിലയിൽ എന്നെ വിളിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനത്തെ സന്ദേശങ്ങൾ എനിക്ക് പലപ്പോഴും പറയാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ എൻ്റെ അകത്തൊരു വചനം ദൈവം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവപ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ആമേൻ ആ പ്രശ്നവുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ വിശ്വാസം ആ വിശ്വാസത്തിന് ദൈവം പ്രാധാന്യം കൊടുക്കും. ആ വിശ്വാസത്തിൽ റിലീസാകുന്ന വാക്കുകൾക്ക് ദൈവം പ്രാധാന്യം കൊടുക്കും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. 2, നമ്മുടെ മനസ്സിന് ഭയങ്കര പ്രാധാന്യമുണ്ട് കർത്താവിന്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ. എത്ര വർഷം പഴക്കമുള്ള വിഷയമാണ്. നമ്മുടെ വിഷയത്തിന്റെ പഴക്കം കണ്ടാണ് നമ്മൾ പലപ്പോഴും വിലയിരുത്തുന്നത്. ആമേൻ, സ്തോത്രം. ഈ 2 വർഷം പഴക്കമുള്ള വിഷയം, 10 വർഷം പഴക്കമുള്ള വിഷയം, അതിൻ്റെ അകത്തൊരു ഒരു ദൈവപ്രവൃത്തി കാണാതെ വരുമ്പോൾ പിന്നെ നമ്മുടെ വിലയിരുത്തലുകളെല്ലാം ആ പ്രശ്നത്തിന്റെ പഴക്കത്തെ ബേസ് ചെയ്തായിരിക്കും. ഹല്ലേലൂയ. ആ പ്രശ്നത്തിന്റെ ഇപ്പൊ നമ്മൾ ദീർഘവർഷങ്ങളായി എന്തിനോ വേണ്ടി ശ്രമിക്കുന്നു, ദീർഘവർഷങ്ങളായി എന്തിനോ വേണ്ടി ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ സ്തോത്രം നമ്മൾ അതിനകത്ത് വില കൊടുത്തിട്ടും ചില ദൈവിക പ്രവർത്തികളെ കാണാതെ വരുമ്പോൾ അത് ഏറ്റവും ആദ്യം ബാധിക്കുന്നത് നമ്മുടെ മനസ്സിനെ ആയിരിക്കും, നമ്മുടെ ഹൃദയത്തെ ആയിരിക്കും. ആദ്യം നമ്മളെ ബാധിക്കും നമ്മുടെ മൈൻഡിലായിരിക്കും. നമ്മുടെ മനസ്സിനകത്ത് വല്ലാതെ അസ്വസ്ഥതകൾ കൊണ്ടുവരും. കാരണം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അത്രമാത്രം നമ്മൾ വില കൊടുത്തു, അത്രമാത്രം നമ്മൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു വിടുതലിന് വേണ്ടി വില കൊടുത്തു, അതിനായി ശ്രമിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെ? അതിനുവേണ്ടി നമ്മൾ ഉപവസിച്ചു, നമുക്ക് ലഭിച്ച കൃപയ്ക്ക് അനുസരിച്ചു. എത്രമാത്രം അതിനകത്ത് യുദ്ധം ചെയ്യാൻ പറ്റുമോ, എത്രമാത്രം അതിനകത്ത് വില കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ വില കൊടുത്തു. പക്ഷെ എന്നിട്ടും ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയാതെ വരുമ്പോൾ അത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ മനസ്സിനെ ആയിരിക്കും. ഹല്ലേലൂയ. ആദ്യം ബാധിക്കുന്നത്. പിന്നെ നമ്മൾ വിലയിരുത്തുന്നത് ആ പ്രശ്നത്തിന്റെ പഴക്കം അനുസരിച്ചായിരിക്കും. നമ്മൾ അതിനെ വിലയിരുത്തുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയിരിക്കും നമ്മൾ വിലയിരുത്തുന്നത്. 38 വർഷ ബെഥസ്ദ കൊടക്കടവിൽ കിടന്ന ഒരു രോഗിയെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ഭാഗമാണെങ്കിലും അവന്റെ അകത്തിരുന്ന് ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ചില ദൈവശബ്ദങ്ങൾ ഉണ്ടെന്നൊരു ബോധ്യം എൻ്റെ അകത്തുള്ളത് കൊണ്ട് മാത്രമാണ് ആ കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, 38 വർഷം ഈ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ മനുഷ്യന്റെ അകത്ത് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. ഈ മനുഷ്യന്റെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയിട്ടും തുടർമാനമായി ഈ മനുഷ്യൻ ശ്രമിക്കുന്നു. നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും വേദനയെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഉയർന്നു വരുന്ന പരാജയങ്ങൾ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പരമാവധി ശ്രമിച്ചിട്ട് നാം പ്രതീക്ഷിച്ചതുപോലെ റിസൾട്ട് ഉണ്ടാകാതെ വരുമ്പോൾ സ്തോത്രം ഒരു പരാജയത്തിലേക്ക് നാം ചലിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഏറ്റവും അധികം വേദനയെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും, പെയിനിനെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിനകത്ത് സുദൃശ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ടല്ലോ. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ശക്തമായി വചനം ധ്യാനിക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന വചന വെളിപ്പാട് ചിലപ്പോൾ ഈ ഇന്ത്യക്കകത്ത് തന്നെ മറ്റാരുടെ മേലും തുറന്നിട്ടില്ലാത്ത വചനത്തിന്റെ വെളിപ്പാടുകളായിരിക്കാം നിങ്ങളുടെ മേൽ തുറന്നിട്ടിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ദൈവവചന ധ്യാനത്തിനകത്ത് ദീർഘമണിക്കൂറുകൾ സ്തോത്രം ചെലവഴിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം. പ്രാർത്ഥനകളിൽ ദീർഘമണിക്കൂറുകൾ ചെലവാക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരായിരിക്കും. അല്പം പോലും വിശ്രമിക്കാതെ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി കർത്താവിൽ നിന്ന് പ്രാപിക്കണമെന്ന കൊതിയോടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം നിങ്ങൾ. എന്നാൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന വെച്ച് നോക്കുവാണെങ്കിൽ, ആ വചന ധ്യാനം വെച്ച് നോക്കുവാണെങ്കിൽ, നിങ്ങൾ പറയുന്ന വെളിപ്പാടുകൾ വെച്ച് നോക്കുവാണെങ്കിൽ, നിങ്ങളുടെ അതിരത്തിലൂടെ റിലീസാകുന്ന ദൈവശബ്ദത്തെ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ സ്തോത്രം നിങ്ങളുടെ അവസ്ഥകൾ എപ്പോഴോ
എപ്പോഴോ മാറേണ്ട സമയങ്ങൾ കഴിഞ്ഞു. നിങ്ങളുടെ സ്ഥിതി എപ്പോഴോ മാറേണ്ടതാണ്. പക്ഷെ ഇന്നും എവിടെയൊക്കെയാണോ സ്റ്റക്കായിരിക്കുന്നു, ഇന്നും എവിടെയൊക്കെയാണോ ലോക്കായിരിക്കുന്നു, ഇന്നും എവിടെയൊക്കെയാണോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഇന്നും എവിടെയൊക്കെയാണോ ചിറകുണ്ടായിട്ടും പറക്കാൻ ബലമുണ്ടായിട്ടും ശക്തി ഉണ്ടായിട്ടും ഒരു പരിധിക്കപ്പുറം പറക്കാൻ കഴിയാതെ നിലകളിൽ, ഒരു പരിധിക്കപ്പുറം ഉയരാൻ കഴിയാതെ നിലകളിൽ എവിടെയോ നിങ്ങൾ സ്റ്റക്കായിരിക്കുന്ന അനുഭവമാണെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കാം. 38 വർഷക്കാലം ബെഥസ്ദ കൊടക്കടവോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരുന്ന രോഗിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവന്റെ ശ്രമങ്ങൾക്കകത്ത്, ഇവന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടു ഇവന്റെ ശ്രമങ്ങൾക്കകത്ത് മടുപ്പുണ്ടായില്ല. വീണ്ടും ആവർത്തിക്കാം, ഇവന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടു ഓരോ പ്രാവശ്യവും സ്തോത്രം ദൂതൻ കുളം കലക്കുന്ന സമയമാകുമ്പോൾ ആ കുളത്തിൽ ചാടാൻ ഈ മനുഷ്യൻ ശ്രമിക്കും. എന്നാൽ അതിനു മുമ്പ് ആരെങ്കിലും ചാടും. പക്ഷെ എന്നിട്ടും ഈ ശ്രമത്തിൽ എന്ത് വരുന്നില്ല, ഈ ശ്രമം ഒരിക്കലും ആവർത്തിച്ച് ഈ മനുഷ്യൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. ആവർത്തിച്ച് ഈ മനുഷ്യൻ ശ്രമിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ആ ദൂതിനെ കുറച്ചുകൂടെ ആഴമായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്കിപ്പോ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വെച്ച് നോക്കുവാണെങ്കിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ, സ്തോത്രം, നിങ്ങളുടെ കഴിവ് വെച്ച് നോക്കുവാണെങ്കിൽ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവ് വെച്ച് നോക്കുവാണെങ്കിൽ എവിടെയൊക്കെയോ എത്തണ്ട സമയങ്ങൾ കഴിഞ്ഞുപോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നും നിങ്ങളുടെ വിദ്യാഭ്യാസ റിലേറ്റഡായി ദൈവം തന്ന വിദ്യാഭ്യാസ റിലേറ്റഡായി സ്തോത്രം തുറക്കപ്പെടേണ്ട ചില വാതിലുകൾ, ഞാൻ ഇങ്ങനെ പറയാം, തുറക്കപ്പെടുന്ന ചില വാതിലുകൾ, ആ വാതിലുകൾ തുറന്നിട്ടും അതിനുവേണ്ടി ശ്രമിച്ചിട്ടും അതിലേക്ക് പ്രവേശിക്കാൻ കഴിയാതൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാ പറയാം, ഒരുപാട് പ്രാവശ്യം ചില പ്രത്യേക എക്സാമുകളൊക്കെ എഴുതി പരാജയപ്പെട്ടവന്റെ അനന്തരഫലമായി ഇനി ഞാൻ അങ്ങനെ ഒരു എക്സാം എഴുതുന്നില്ല, ഇനി അത് ഞാൻ ശ്രമിക്കുന്നില്ല, ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ചില പ്രിയപ്പെട്ടവർ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ഞാൻ ആദ്യം മിനിസ്ട്രി റിലേറ്റഡ് ആയി പറഞ്ഞു. ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ചില എക്സാമുകൾ എഴുതി 3 പ്രാവശ്യം എഴുതി സ്തോത്രം പരാജയമാണ് റിസൾട്ട്. എന്നാൽ ഇനി ഞാൻ ആ എക്സാം എഴുതുന്നില്ല എന്നൊരു ചിന്തയിൽ കൂടെ ചലിക്കുന്ന ചില പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. പക്ഷെ ഈ 38 വർഷം ആ കൊടക്കടവിൽ കിടന്ന രോഗിയുടെ പ്രത്യേകത എന്താ? അവന്റെ ശ്രമങ്ങൾക്കകത്ത് പരാജയം ഉണ്ടായിട്ടും അവൻ ശ്രമിക്കുന്നത് അവസാനിച്ചില്ല. ഈ ദൂതനെ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്വീകരിക്കാൻ പറ്റും? ഞാൻ പറയുന്നത് ഒരു മർമ്മമല്ല പറയുന്നത്, അസാധാരണമായ വചനത്തിന് വെളിപ്പാടൊന്നും അല്ല പറയുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങളെ വിവേചിച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി നീ ശ്രമിച്ചു, നിന്റെ ശ്രമത്തിന്റെ റിസൾട്ട് പരാജയമാണ്. എന്നാൽ നീ ആവർത്തിച്ച് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ ആത്മാവിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. 38 വർഷം ഈ കൊടക്കടവിൽ ശ്രമം നടത്തിയ ഈ രോഗി കണ്ടിട്ടുള്ളത് ദൂതന്മാരാൽ നടക്കുന്ന സൗഖ്യങ്ങളാണ്. എന്നാൽ ആ കുഴക്കടവിൽ ആ കുഴക്കടവോടുള്ള ബന്ധത്തിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു നിയമത്തെ പൊളിച്ചുകൊണ്ട് ഇവന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിട്ടും ഈ ശ്രമിക്കുന്ന കാര്യത്തിൽ മടുപ്പില്ലാഞ്ഞതുകൊണ്ട് ഇവന് വേണ്ടി യേശു ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി വന്ന് അവനെ സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, നിന്റെ വിടുതലോടുള്ള ബന്ധത്തിൽ സ്തോത്രം വെളിപ്പെട്ട് നിൽക്കുന്ന ചില നിയമങ്ങളുണ്ട്. ആ നിയമത്തിന്റെ അകത്തെ ആ വിടുതൽ സംഭവിക്കത്തുള്ളൂ. പക്ഷെ ആ നിയമത്തെ നീ ആ നിയമത്തെ ബഹുമാനിച്ചു, ആ നിയമത്തെ അനുസരിച്ചു, ആ നിയമം എന്തു പറയുന്നോ അത് തന്നെ നീ ഫോളോ ചെയ്തു, അങ്ങനെ തന്നെ നീ ശ്രമം നടത്തി. എന്നാൽ അവന്റെ റിസൾട്ട് പരാജയമാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ശ്രമങ്ങൾ നീ അവസാനിക്കാത്തത് കൊണ്ട്, നിന്റെ പ്രാർത്ഥന നീ നിർത്താത്തത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു, ദൈവം വച്ച നിയമത്തെ നിന്റെ വിടുതലിന് വേണ്ടി ദൈവം ബ്രേക്ക് ചെയ്തിട്ട് സ്തോത്രം അന്തരീക്ഷത്തിൽ ഇന്നേ വരെ ആക്റ്റീവ് ആകാതെ ഒരു നിയമത്തെ നിനക്ക് വേണ്ടി റിലീസ് ചെയ്ത് ആ നിയമത്തിനകത്തൊരു സൗഖ്യത്തെ, ആ നിയമത്തിനകത്തൊരു വിടുതലിനെ, ആ നിയമത്തിനകത്തൊരു ഉയർച്ചയെ നിന്റെ മേൽ തുറക്കാൻ എന്റെ യേശുവിന് കഴിയുമെന്ന് പറഞ്ഞാൽ അവനെ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ ദൂതനെ സ്വീകരിച്ചേ.
ഓ, ഞാൻ പറഞ്ഞ ദൂതിന്റെ ആഴം എത്ര പേർക്ക് മനസ്സിലായോ എനിക്ക് അറിയത്തില്ല. ആ കൊടക്കടവിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. എന്നാൽ ഇവന്റെ ശ്രമം ദീർഘവർഷങ്ങളായി ഇവന്റെ ശ്രമത്തിനകത്ത് പരാജയം വെളിപ്പെട്ടിട്ടു. അവന്റെ ശ്രമത്തെ അവസാനിപ്പിക്കാത്തത് കൊണ്ട് കർത്താവിന്റെ അകത്തൊരു ആഗ്രഹം തോന്നി. ആ കൊടക്കടവിൽ ഇന്നേ വരെ വെളിപ്പെട്ടു നിന്നൊരു നിയമം, ആ നിയമത്തിന് വിപരീതമായി ശ്രമിച്ചിട്ടും പരാജയങ്ങൾ സംഭവിച്ചിട്ടും മടുപ്പില്ലാതെ ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവന് വേണ്ടി ഒരു പുതിയ നിയമത്തെ ഞാൻ തുറക്കാൻ പോകുകയാ. ദൂതന്മാരാലുള്ള സൗഖ്യമല്ല, എന്റെ കയ്യാലുള്ള സൗഖ്യം. ദൂതന്മാരുടെ ആരാധ്യ പുരുഷനായ യേശുവിന്റെ നാമത്താലുള്ള ഒരു സൗഖ്യം അവന്റെ മേൽ സംഭവിച്ചതുപോലെ നീ ആയിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഹല്ലേലൂയ ഉയർന്നു നിൽക്കുന്ന ചില നിയമങ്ങളെ നീ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അവനെ അനുസരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അനന്തരഫലമായി നിന്റെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന ചില പരാജയത്തിന്റെ ചരിത്രങ്ങളെ തിരുത്തി എഴുതുവാൻ ദൈവം ഒരു പുതിയ നിയമത്തെ നിന്റെ മുമ്പിൽ തുറക്കാൻ പോയ. ഓ, വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ കർത്താവിനെന്ന് സ്തുതിക്കാമോ? റാഷാറ്റൽ പ്രഭാലിയ. കർത്താവ് വളരെ വ്യക്തമായി പ്രവചിക്കുന്നു, നീ ആയിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ, നിന്നെ ഉയർത്താൻ, നിന്നെ മാന്യതയിലേക്ക് നയിക്കുവാൻ, നിന്നെ നന്മയിലേക്ക് നയിക്കുവാൻ, നിന്നെ ഉയർച്ചയിലേക്ക് നയിക്കുവാൻ, നിന്റെ പേരിനെ പ്രസിദ്ധമാക്കുവാൻ മറ്റാരുടെ മുമ്പിലും തുറക്കപ്പെടാതെ ചില വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടാൻ, മറ്റാർക്കു വേണ്ടി ചെയ്തിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുവാൻ, മറ്റാർക്കു വേണ്ടി ചെയ്തിട്ടില്ലാത്ത ചില വീര്യ പ്രവർത്തികൾ നിനക്ക് വേണ്ടി ചെയ്യുവാൻ ഇന്നേ വരെ ബെഥസ്ദ കൊടക്കടവ് ചരിത്രത്തിനകത്ത് സംഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ചരിത്രത്തെ നിന്നിലൂടെ ആരംഭിക്കുവാൻ, നിനക്ക് വേണ്ടി മാത്രം, നിന്നെ ലക്ഷ്യമാക്കി മാത്രം ഒരു പുതിയ നിയമത്തെ ദൈവത്തിന്റെ ആത്മാവ് തുറക്കുന്നെന്ന് പറഞ്ഞാൽ, ദൈവാത്മാവ് അതിശക്തിയോടെ പ്രവചിക്കുന്നു, നിങ്ങളായിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ, നിങ്ങളെ ഉയർത്താൻ, നിങ്ങളെ ലക്ഷ്യമാക്കി ചില പുതിയ നിയമങ്ങൾ ദൈവത്തിന്റെ ആത്മാവാൽ ചലിക്കപ്പെടുന്നത് ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുകയാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളാൽ ഉയർന്നു നിൽക്കുന്ന ചില പരാജയത്തിന്റെ ചരിത്രങ്ങളെ പൊളിച്ചുകൊണ്ട് ഒരു പുതിയ ചരിത്രത്തിന്റെ ആരംഭമാക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ നിയോഗങ്ങൾ നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി തുറക്കപ്പെടുന്ന ഒരു വെളിപ്പാടിനെ ആത്മാവിനെ കാണിക്കുക. സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോ. ഈ ദൂതിന്റെ റിസൾട്ട് എന്ന വണ്ണം അടുത്ത 30 ദിവസത്തിനകം ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുന്നത് പരിശുദ്ധ ആത്മാവിനെ കാണിക്കുക. എപ്പോഴാണെന്ന് അറിയത്തില്ല. അടുത്ത 30 ദിവസത്തിനകം ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടൊരു വാതിൽ തുറക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അടുത്തിനോട് ഒരു ദൂത് പറയാൻ പറയുന്നു. കാലങ്ങൾക്ക് മുമ്പ് US-ന്റെ എംബസിയുമായി ബന്ധപ്പെട്ട് സ്തോത്രം തടയപ്പെട്ടു പോയ ചില വാതിലുകളെ ദൈവത്തിന്റെ ആത്മാവ് അടുത്തൊരു സീസണിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതും കർത്താവിനോട് വളരെ വ്യക്തമായി പറയുന്നു. ചില യാത്രകൾ തുറക്കപ്പെടാൻ പോവുക, ചില യാത്രകൾക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന സിനി ഈ സലീം എന്ന് പറഞ്ഞ ഡിവൈസിനകത്ത് ആ ഡിവൈസിലിരിക്കുന്ന സിസ്റ്ററോട് ദൈവാത്മാവ് പ്രവചിക്കുന്നു. ചില യാത്രകൾക്ക് വിരോധമായിട്ട് ഉയർന്നു നിൽക്കുന്ന ചില നിയമപരമായ സംവിധാനങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ബ്രേക്ക് ചെയ്യാൻ പോവുക. ഉയർച്ചകൾക്കെതിരായി ഉയർന്നു നിൽക്കുന്ന ചില അപ്പോയിന്റ്മെന്റുകൾക്കെതിരായി ഉയർന്നു നിൽക്കുന്ന ചില റിപ്പോർട്ടുകളെ, ചില നിയമങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് ക്യാൻസൽ ചെയ്യാൻ പോവുക. 2023 മുതൽ ആരംഭിച്ച സ്റ്റാർട്ട് ചെയ്ത ചില പ്രോസസ്സിങ്ങുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്ന സ്തംഭനാവസ്ഥകൾക്കകത്ത് അടുത്ത 48 മണിക്കൂറിനകം ദൈവത്തിന്റെ ശക്തമായ കരം ചലിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നിനക്ക് വിരോധമായി എഴുതപ്പെട്ട ചില റിപ്പോർട്ടുകളെ ദൈവത്തിന്റെ ആത്മാവ് ക്യാൻസൽ ചെയ്യുകയാണ്. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ക്യാൻസറിന്റെ സ്പിരിറ്റിന്റെ മേൽ, ഈ ക്യാൻസറിന്റെ മേൽ ഒരു പ്രത്യേക അതോറിറ്റി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ തുറക്കുന്ന ഒരു വെളിപ്പാട്. വിശ്വസിക്കാൻ കഴിയുന്നവർ ചില മിനിറ്റുകൾ അതിരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ.
Taragadaka Siadal, Provosi Heitel, Rakaba Seke Riantel Kabani, Ataradia, Holy Spirit, Rakobo Seketini, Librakata Shakata, La Pravadi Andal Kabana, Anyabashi Pratia Gadinavar Chilaminate, Anyabashali Pratice, Ningalaikin Andarishatil, oh, thank you, Jesus, Ningalaikin Andarishatil, Padivin Virotamai, I mean, Yeshual, Terrible Sambavikan Bohea, Ningalaikin the Riachatil, Padivin Virotamai. Oh, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വഴി തുറക്കപ്പെടത്തുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വഴി തുറക്കപ്പെടത്തുള്ളൂ. ഓ റബ ശബ്ദൽ കവന, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ റെക്കമെൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു അത്ഭുതം നടക്കാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ വിധി കൽപ്പിക്കപ്പെട്ട ചില വിഷയങ്ങൾക്കകത്ത് അതിന് വിപരീതമായി കർത്താവിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ, ഓ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഇന്ന് രാത്രി ആത്മാവ് പ്രവചിക്കുന്നു, ദൈവത്തിന്റെ അനുകൂലതകൾ ചില കുടുംബങ്ങൾ ശക്തമായി ഇന്ന് രാത്രി അനുഭവിക്കാൻ പോകുകയാ. അവൻ നിനക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന ശത്രു സൈന്യത്തിന്റെ ബലത്താൽ നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. നിനക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന ഇരുളിന്റെ സ്വാധീനങ്ങൾക്ക് നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. നിനക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന മന്ത്രവാദത്തിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നിനക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന ആ വിചാര ഫലങ്ങൾക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കാരണം വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ ചലിക്കുന്ന ഒരുവൻ നിനക്ക് അനുകൂലമായതുകൊണ്ട്, അവന്റെ പേര് യേശുവായതുകൊണ്ട്. ഓ, വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിനക്ക് വിരോധമായി എഴുതപ്പെട്ട ചില കൈയെഴുത്തുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൊളിച്ചു കളയുകയാണ്. വളരെ വ്യക്തമായി ദൈവാത്മാവ് പ്രവചിക്കുന്ന ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് ഇളക്കാൻ വേണ്ടി പറയുന്ന ഒരു ദൂതല്ല. നിങ്ങളെ കൈയടിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു ദൂതല്ല. വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നിന്നുകൊണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നൽകി തന്ന അസാധാരണമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. ഈ ദൂത് ആരെങ്കിലും ഇതിനകത്ത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പ്രവചിക്കുക, അടുത്ത 48 മണിക്കൂറിനകം ഞാൻ ചലഞ്ച് ചെയ്ത് പ്രവചിക്കാം. ഈ ദൂതിന്റെ ചില അടയാളങ്ങൾ, ഈ ദൂതിന്റെ ചില സൈനുകൾ നിന്റെ കൂടാരത്തിനകത്ത് എന്തോ ഭയങ്കരമായിട്ട് അന്തരീക്ഷം തിരിയുന്നു. ഞാൻ കർത്താവിന്റെ അകത്ത് ബോധ്യം തരുന്നു, ചില പഞ്ചായത്ത് ഓഫീസുകൾക്കകത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുകയാണ്. ചില വില്ലേജ് ഓഫീസിന്റെ അകത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുകയാണ്. ചില താലൂക്ക് ഓഫീസുകൾക്കകത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുകയാണ്. ചില എംബസികൾക്കകത്ത്, എമിഗ്രേഷനുകൾക്കകത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുകയാണ്. ചില രാജ്യങ്ങൾക്കകത്ത് ദൈവാത്മാ പറയുന്നു, ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ചിലരോട് ആത്മാവ് പ്രവചിക്കുന്നു, നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാ. 2 രാജ്യങ്ങൾ, ഓസ്ട്രേലിയയും അയർലാൻഡുമായി ബന്ധപ്പെട്ട് ലാസാറ്റൽ പ്രഭോനി വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ ദൂതുമായി ബന്ധമുള്ളവർ പറഞ്ഞു പ്രതികരിക്കാൻ കഴിയുന്നവർ പറഞ്ഞൊന്ന് പ്രതികരിച്ച് ഇന്ന് രാത്രി ആത്മാവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച ഇതാണ്. ചില കെട്ടുകൾ അടിയുന്നത് പോലെ ചില യജമാനന്മാരുടെ ആധിപത്യങ്ങൾ പൊളിഞ്ഞിട്ട് ചില കഴുതകൾ ഇന്ന് രാത്രി സ്വാതന്ത്ര്യമാകുന്നത് പോലെ ചില യജമാനന്മാരുടെ ആധിപത്യം പൊളിഞ്ഞിട്ട് ചില വ്യക്തികൾ ഇന്ന് രാത്രി സ്വാതന്ത്ര്യമാകുന്നത് പരിശുദ്ധ ആത്മാവിനെ കാണിക്കുന്നു. ഒരു യജമാനനും ഇനി നിന്നെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. നീയോടുള്ള ബന്ധത്തിൽ ദൈവം സെറ്റ് ചെയ്ത കൈറോസ് നിന്റെ മേൽ ഇന്ന് രാത്രി ആക്റ്റീവ് ആകുകയാണ്. നീ കേട്ട ദർശനങ്ങൾക്ക് ദൈവം വെച്ച സമയം ഇന്ന് രാത്രി തുറക്കപ്പെടുകയാണ്. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് ദൈവം വച്ചിരിക്കുന്ന സമയം ഇന്ന് രാത്രി തുറക്കപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ കൈറോസ് തുറക്കപ്പെടുകയാണ്. Oh, Shabrakata, Librakata, Shekeriatel, Pravodia. എനിക്കറിയത്തില്ല, കർത്താവിനെ വ്യക്തമായി ബോധ്യപ്പെടുത്തു. ഈ റേഷൻ കാർഡുമായൊക്കെ ബന്ധപ്പെട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ചിലർക്ക് വേണ്ടി വലിയ ഡെലിവറൻസുകൾ ഒരു ലോക്കലിൽ നിൽക്കുമ്പോൾ ആ ലോക്കലോടുള്ള ബന്ധത്തിൽ ലഭിക്കേണ്ട ചില ഡോക്യുമെന്റുകൾ സ്റ്റക്കായി നിൽക്കുന്ന ആത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, അടുത്ത 7 ദിവസത്തിനകം അങ്ങനെ ചില ഡോക്യുമെന്റുകളെ ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മ ചില അഡ്രസ് ചേഞ്ച് എന്നതുപോലെ കർത്താവ് അങ്ങനെയൊക്കെ പറയാൻ
പറയുന്നത്. അഡ്രസ് ചേഞ്ച് എന്നതുപോലെ വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ കർത്താവേ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് അൺലോക്ക് ചെയ്യുന്നു കേട്ടോ. അൺലോക്ക് ചെയ്തു. എനിക്ക് ഭയങ്കര ഉറപ്പുണ്ട്, നമ്മുടെ നാവിലാണ് മരണത്തിന്റെ ജീവന്റെ അധികാരം, നമ്മുടെ നാവിലാണ്. ഹല്ലേലൂയ. ഞാൻ മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന ആര് വിശ്വാസത്താൽ ഇതിനകത്ത് പ്രഖ്യാപിച്ചാലും അത് അങ്ങനെ തന്നെ ആക്റ്റീവ് ആകും. ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടോണ്ടിരിക്കുന്നത്, ഞാൻ ചില സമയങ്ങളിൽ കൃപയാൽ ഡീപ്പായിട്ടുള്ള പ്രോഫസികൾ പറയാറുണ്ട്. ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ ആത്മാബോധ്യം തമ്മിട്ട് ആത്മനിയോഗത്തിൽ പ്രവചിച്ച് പ്രഖ്യാപിക്കാറുണ്ട്. ഈ ദിവസങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റിയത് ഈ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാകുന്ന ഡെലിവറൻസ് എനിക്ക് ഒരുപാട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ആയിരിക്കുന്ന ചർച്ചോടുള്ള ബന്ധത്തിൽ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വരുവാണെങ്കിൽ ഞാൻ ആത്മനിയോഗത്തിൽ ചില ദിവസങ്ങൾ പറഞ്ഞു പ്രഖ്യാപിക്കാറുണ്ട്. സ്തോത്രം. ആ പ്രഖ്യാപനങ്ങൾ അങ്ങനെ തന്നെ യേശുപ്പ സ്വീകരിച്ച് അത് അങ്ങനെ തന്നെ അപ്രൂവ് ചെയ്യുന്ന ഒരുപാട് ടെസ്റ്റിമണികൾ എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിനകത്ത് പോലും സ്തോത്രം എന്നോട് ഒരുപാട് പ്രവാചകന്മാർ എന്നോട് പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് ഡെലിവറൻസ് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രഖ്യാപനത്തിലൂടെയാണ്, വിശ്വാസത്താലുള്ള പ്രഖ്യാപനത്തിലൂടെയാണ്. ഞാൻ സത്യം പറഞ്ഞ ഈ അബുദാബി എന്ന് പറഞ്ഞ ദേശത്തിൽ ഞാനൊരു ലോക്ക്ഡൗൺ സമയം ഒരു സൂം മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നു. ആ സൂമുമായിട്ട് കണക്ട് ചെയ്ത് ചില പ്രിയപ്പെട്ടവർക്ക് ഈ രാജ്യത്തിലേക്ക് എന്നെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അവര് ഈ രാജ്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. അവരെല്ലാ കാര്യങ്ങളും നോക്കി ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഒരു മാസം പോലും ഒരു മാസം അത്രേ ഉള്ളൂ, അതിനപ്പുറം നിൽക്കാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് ആദ്യം അവിടെ നിന്ന് പറഞ്ഞു വെച്ച് വന്നത്. കാരണം ആ സമയം അത്രമാത്രം നാട്ടില് എനിക്ക് തിരക്കുള്ള സമയമായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്ത് നിന്നെ ഉറപ്പിക്കുമെന്ന്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കും, വ്യക്തമായിട്ട് ഒരാൾ എന്നോട് സംസാരിക്കുവാൻ, ഞാൻ ഈ രാജ്യത്ത് നിന്നെ ഉറപ്പിക്കും. ഈ ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ടു. കർത്താവ് ഈ ശബ്ദം കേട്ടോണ്ട് ഞാൻ ആദ്യം ഒരു ബുക്ക് എടുത്തു, നോട്ട്ബുക്ക് എടുത്തു. അതിൻ്റെ അകത്ത് ഈ രാജ്യത്തിലെ എമിറേറ്റ്സ് ഐഡി എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ സൈൻ ഇട്ട് അവനെ ഞാൻ റിസീവ് ചെയ്തു. ആമേൻ, സ്തോത്രം. ഈ ശബ്ദം കേട്ട ശേഷം ആമേൻ. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ ആ ശബ്ദം കേട്ടിട്ട് വിശ്വാസത്താൽ ഞാൻ സ്റ്റെപ്പ് ചെയ്തപ്പോൾ ഇവിടത്തെ ഈ രാജ്യത്തിലെ ഒരു ലോക്കൽ ആന്റി നമ്മുടെ ചർച്ചയിൽ വന്നു. ആ ആന്റി മുഖാന്തരം കർത്താവ് എൻ്റെ മേൽ ഇവിടുത്തെ വിസ തുറന്നു തന്നു. ഇവിടുത്തെ എമിറേറ്റ്സ് ഐഡി എനിക്ക് ലഭിച്ചു. ഞാനിത് എന്തുകൊണ്ടാ പറയുന്നത് ചോദിച്ചു. കർത്താവ് ഒരു കാര്യം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ തയ്യാറാകണം. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പ്രധാനപ്പെട്ട കുഴപ്പം, ഈ മീറ്റിങ്ങിൽ കയറി ഒരു ദൂത് കേട്ടാൽ അതിനെ നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നില്ല. പിന്നെ അടുത്ത മീറ്റിംഗ് കയറുന്നത് പിന്നെ ഒരു ദൂത് കേൾക്കാൻ വേണ്ടിയാണ്. പിന്നെ അടുത്ത മീറ്റിംഗ് കയറുന്നത് നമ്മൾ പിന്നെ ഒരു പ്രവചന ദൂത് കേൾക്കാൻ വേണ്ടിയാണ്. ഞാൻ ഒരിക്കലും അത് തെറ്റാമല്ല പറയുന്നത്. ദൂത് കേൾക്കണം. ദൂതാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, ദൂതാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. പക്ഷെ നമ്മൾ കേൾക്കുന്ന പ്രവചന ദൂതുകളെ എത്രമാത്രം നമുക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്, വിശ്വാസത്താലുള്ള പ്രവൃത്തിയിലേക്ക് എത്രമാത്രം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ജനറേഷന്റെ മേൽ കർത്താവ് തുറക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് അസാധാരണമായിരിക്കും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കേട്ട പ്രവചന ദൂതുകളോടുള്ള ബന്ധത്തിൽ എത്ര പേർക്ക് അത് വിശ്വാസത്താലുള്ള പ്രവൃത്തിയിലേക്ക് എത്ര പേർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? താങ്ക് യു ജീസസ്. നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാണ്, നമ്മളൊക്കെ അവകാശികളാണ്. ഞാൻ ഇങ്ങനെ പറയാം, ഈ എരന്ന് അനുഗ്രഹം വാങ്ങിക്കേണ്ട ഒരു കൂട്ടമല്ല നമ്മള്. ഹലോ, ഈ കൈകെട്ടി നിന്ന് അനുഗ്രഹം വാങ്ങിക്കേണ്ട ഒരു കൂട്ടമല്ല നമ്മള്. ആദ്യം ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആരാണെന്നൊരു വെളിപ്പാട് എൻ്റെ അകത്ത് വരണം. എനിക്കറിയാം ഭാവിച്ചാനെയൊക്കെ സംബന്ധിച്ചോളം, ബാബുപാസ്റ്ററെ സംബന്ധിച്ചോളം ശക്തമായി വചനത്തിന് ശുശ്രൂഷിക്കുന്ന ഒരു ദൈവ മനുഷ്യനാണ്. ഇതിന്റെ മുമ്പൊക്കെ ഇവിടെ ബൈബിൾ സ്റ്റഡി നടക്കുന്നുണ്ട്. 100% ഇതിനെയൊക്കെ കുറിച്ച് വളരെ ശക്തമായിട്ട് നിങ്ങളോടൊക്കെ പറയാൻ സാധ്യത ഉള്ളൊരു ദൂത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
നമ്മൾ മക്കളാണ്, നമ്മൾ അവകാശികളാണ്, ഇരന്ന അനുഗ്രഹം വാങ്ങിക്കേണ്ടവരല്ല. ഹലോ, നമ്മൾ യാചകന്മാരല്ല, നമ്മൾ പുത്രന്മാരാണ്. അവന്റെ അർത്ഥം യാചിക്കുന്നവർ തെറ്റാമല്ല ഞാൻ പറയും. നമ്മൾ യാചകന്മാരല്ല, നമ്മൾ പുത്രന്മാരാണ്, നമ്മൾ അവകാശികളാണ്. ഒന്നുകൂടെ ആവർത്തിക്കുക, ഇരന്ന് അനുഗ്രഹം വാങ്ങിക്കേണ്ട ഒരു വ്യക്തികളല്ല നമ്മൾ. പക്ഷെ ആ അതോറിറ്റിയെ മനസ്സിലാക്കാഞ്ഞത് കൊണ്ടാണ് പല സ്ട്രഗിളുകളും നമ്മുടെ ലൈഫിൽ ആവർത്തിച്ച് നാം അനുഭവിക്കുന്നത്. ആ അധികാരത്തിൽ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെ? ആ അധികാരം മനസ്സിലായി കഴിഞ്ഞാൽ വിശ്വാസത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നമുക്ക് കയറാൻ കഴിയും. ആ അധികാരം മനസ്സിലായി കഴിഞ്ഞാൽ വിശ്വാസത്തിലുള്ള പ്രവൃത്തിയിലേക്ക് കയറാൻ കഴിയും. ഓ, താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി ചിലരോട് ആത്മാവ് ശക്തിയോടെ പ്രവചിക്കുന്നു. അമ്മേ, ഈ മീറ്റിംഗിൽ ഒരു പ്രവചന ദൂത് നീ കേൾക്കുന്നുണ്ടെങ്കിൽ, അടുത്ത മീറ്റിംഗിൽ നീ ഒരു പ്രവചന ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ആ പ്രവചന ശബ്ദം കേട്ടുപോകുന്ന ഒരു പതിവല്ല. ആ പ്രവചന ശബ്ദത്തെ വിശ്വാസത്താലുള്ള പ്രവൃത്തിയിലേക്ക് നീ കൊണ്ടുവരാൻ തയ്യാറാകുമെങ്കിൽ, സത്യം പറഞ്ഞ പൈശാചിക തലങ്ങൾക്ക് എതിരെ ഉയർന്നു വരുന്ന, പൈശാചിക തലങ്ങൾക്ക് വിരോധമായി ഉയർത്താൻ പറ്റുന്ന, ദൈവമക്കളുടെ ഭാഗത്തിരുന്ന് ഉയർത്താൻ പറ്റുന്ന ഒരു ശക്തമായ വെല്ലുവിളിയാണ് വിശ്വാസത്താലുള്ള പ്രവൃത്തി. ഓ റാഖാബ സിയാന്തൽ കവാന. അതുകൊണ്ട് ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന, പ്രവൃത്തി ഇല്ലാതെ വിശ്വാസം നിർജീവമാണ്. ഓ, താങ്ക് യു ജീസസ്. പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവമാണ്. അപ്പം ദൈവത്തിന്റെ ജീവനെ കൊണ്ടുവരുന്ന വിശ്വാസം എന്താണ്? പ്രവൃത്തിയുള്ള വിശ്വാസം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, നീ വാക്കിലൂടെ കേട്ടാൽ ചില ദൈവത്തിന്റെ ശബ്ദങ്ങൾ, ആ ദൈവ ശബ്ദത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. ആ ജീവൻ നിന്റെ ശരീരത്തിൽ വെളിപ്പെടണമെങ്കിൽ, ആ ജീവൻ നിന്റെ അസ്ഥിയിൽ വെളിപ്പെടണമെങ്കിൽ, ആ ജീവൻ നിന്റെ ഭാവിയിൽ വെളിപ്പെടണമെങ്കിൽ, ആ ജീവൻ നിന്റെ ഉദരത്തിൽ വെളിപ്പെടണമെങ്കിൽ, ആ ജീവൻ നിന്റെ മിനിസ്ട്രിയിൽ വെളിപ്പെടണമെങ്കിൽ, ആ ജീവൻ നിന്റെ തലമുറകളുടെ മേൽ വെളിപ്പെടണമെങ്കിൽ, ആ ജീവൻ നീ കേട്ട വാഗ്ദത്തത്തിന് മേൽ വെളിപ്പെടണമെങ്കിൽ, ഇന്ന് രാത്രി നീ കേൾക്കുന്ന പ്രവചന ശബ്ദം കേൾവി എന്ന പരിധിക്കകത്ത് ഒതുക്കാതെ, പിന്നെയും പോയി കേട്ട് 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 മടങ്ങാതെ, ആ ദൈവ ശബ്ദത്തെ, ആ പ്രവചന ശബ്ദത്തെ വിശ്വാസത്താലുള്ള പ്രവൃത്തിയിലേക്ക് ഇന്ന് രാത്രി നീ കൊണ്ടുവരാൻ തയ്യാറാകുമെങ്കിൽ, ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ആ പ്രവചന ശബ്ദത്തിനകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ജീവൻ. ഓ റാഖാബ ശേഖേറിയാന്തൽ കബല. ഞാൻ ഇങ്ങനെ പറയാം, അബ്രഹാമേ, നിന്റെ ശരീരം നിർജീവമായിരിക്കാം, നിന്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായിരിക്കാം, പക്ഷെ നീ കേട്ട വാഗ്ദത്തമുണ്ടല്ലോ, ആ വാഗ്ദത്തം നിന്റെ ഭാര്യയായ സാറയുടെ ഗർഭപാത്രത്തിനകത്ത് ജീവനെ കൊണ്ടുവരുന്നത് എപ്പോഴാണെന്നറിയാമോ? നീ വിശ്വസിക്കുമ്പോഴാണ്. ഓ, താങ്ക് യു ജീസസ്. അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായി കണക്കിടപ്പെട്ടു. അബ്രഹാമിന്റെ ശരീരം നിർജീവമായിരിക്കാം, സാറയുടെ ഗർഭപാത്രം നിർജീവമായിരിക്കാം, എന്നാൽ ഇവർ കേട്ട ദൈവ ശബ്ദത്തിനകത്ത് ഒരു ജീവനുണ്ട്. ആ ജീവൻ ലിറ്ററലി അവരുടെ ലൈഫിൽ വെളിപ്പെട്ടത് അവരുടെ വിശ്വാസത്താലുള്ള പ്രവൃത്തിയിലാണ്. ഓ ശബാർത്തന പ്രഭാന. ഈ വിശ്വാസത്താലുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ തലത്തിന്റെ അകത്ത് മാത്രം ഒതുങ്ങുന്നവല്ല. വിശ്വാസത്തിലുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സാഹചര്യം മുഴുവനും പ്രതികൂലമാണ്, സാഹചര്യം മുഴുവനും നിർജീവമായ അനുഭവമാണ്. എന്നിട്ടും ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ ആരാധിക്കുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്താത്ത, ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്താത്ത, യാഗപീഠങ്ങളെ പണിയുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്താത്ത ഒരു ജനറേഷൻ ഉണ്ടെങ്കിൽ, ആ ജനറേഷൻ ആണ് വിശ്വാസത്താലുള്ള പ്രവൃത്തിയിൽ ചലിക്കുന്ന തലമുറ. ഇന്ന് രാത്രി വിശ്വാസത്തിലുള്ള പ്രവൃത്തിയിൽ ചലിക്കുന്ന തലമുറകൾക്ക് വേണ്ടി അവരുടെ മേൽ തുറക്കപ്പെട്ട ആ ദൈവ ശബ്ദത്തിനകത്ത് വ്യാപരിക്കുന്ന ജീവൻ 2024 അന്യ കണ്ണുകൊണ്ടല്ല, നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണത്തക്ക നിലകളിൽ, അതിനെ തൊടത്തക്ക നിലകളിൽ, അവനെ അനുഭവിക്കത്തക്ക നിലകളിൽ നിന്റെ മേൽ അവൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞാൽ, യെസ് പാസ്റ്റർ, വിശ്വാസത്തിലുള്ള പ്രവൃത്തിയിലേക്ക് കയറാനുള്ള ഒരു നിയോഗത്തെ ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ കൈമാറുകയാ. അവനെ വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ ചേർത്തടിച്ച് ആതിരങ്ങളെ തുറന്നോ, ആ നിയോഗത്തെ ഇന്ന് രാത്രി സ്വീകരിച്ചേ.
ഇങ്ങനെ ഞാൻ പറയാം, ഇസഹാക്ക് ജനിച്ച ശേഷമല്ല സ്തോത്രം അബ്രഹാമിന്റെ പേരിനെ കർത്താവ് മാറ്റിയത്. ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പേ അബ്രഹാമിന്റെ പേര് ദൈവം മാറ്റി, സാറയുടെ പേര് ദൈവം മാറ്റി. അവന്റെ അർത്ഥം എന്താ? വാഗ്ദത്തം ആ വാഗ്ദത്തത്തോടുള്ള ബന്ധത്തിൽ ദൈവം പോലും വിശ്വാസത്താലുള്ള പ്രവൃത്തിയിൽ കയറി നിന്ന് അവൻ ചലിക്കുന്നവ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു, വിശ്വാസത്താലുള്ള പ്രവൃത്തിക്കകത്ത് തുറക്കപ്പെടുന്ന അസാധാരണമായ ദൈവിക മഹത്വത്തിലേക്ക്, പ്രകൃതിക്ക് അതീതമായ ദൈവ പ്രവൃത്തിയിലേക്കും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിന്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന 38 ഡിവൈസുകളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതിലേക്കുള്ള ഒരു പ്രവേശനത്തെ ദൈവാത്മാവ് ഇന്ന് രാത്രി തുറക്കുകയാണ്. അവനെ വിശ്വസിക്കാൻ കഴിയുന്നവർ ആമേൻ പറഞ്ഞ ദൂതനെ സ്വീകരിച്ച് ഉണങ്ങിയ അവസ്ഥകളെ വലുപാട്ട് കാണാതെ, ഉണങ്ങിയ വടിയെ വിശ്വാസത്താലുള്ള പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നീ സാന്നിധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ, വീണ്ടും ദൂതാവർത്തിക്കുക, ഉണങ്ങിയ വടിയെ നീ വലുപാട്ട് കാണാതെ, ഉണങ്ങിയ അനുഭവത്തെ കണ്ട് നിരാശപ്പെടാതെ, വിശ്വാസത്താലുള്ള പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ അവനെ സാന്നിധ്യത്തിലേക്ക് നീ എറിഞ്ഞു കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ അടുത്ത ചില മണിക്കൂറുകൾ കഴിയും മുമ്പേ ആ വടി പൂക്കൂ, ആ വടി കായ്ക്കൂ, ആ വടി ഫലം പുറപ്പെടുവിക്കൂ, ആ വടിയുടെ മേലൊരു പുഷ്ടി വെളിപ്പെടും. ഇന്ന് രാത്രി ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്താലുള്ള പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ശൂന്യതകളെ വലുപാട്ട് കാണാതെ, ഉണങ്ങിയ ആ സാഹചര്യങ്ങളെ വലുപാട്ട് കാണാതെ, ഇന്ന് രാത്രി ചിതറിക്കിടക്കുന്ന അസ്ഥികളെ വലുപാട്ട് കാണാതെ, അവനെ കണ്ട് മടുക്കാതെ, അവനെ കണ്ട് നിരാശപ്പെടാതെ, വിശ്വാസത്താലുള്ള പ്രവൃത്തിക്കകത്ത് നിന്നുകൊണ്ട് സാന്നിധ്യത്തിലേക്ക് നീ എറിയാൻ തയ്യാറാകും. തളിർപ്പുണ്ടാകുന്നല്ലോ. പുഷ്ടി ഉണ്ടാകുന്നല്ലോ. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കർത്താവിനോട് പറയുന്ന അസ്ഥി സംബന്ധമായ ചില രോഗങ്ങൾ ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കുന്നത് കേട്ടോ. ആർത്രറ്റിക്സിനെ യേശു സൗഖ്യമാക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. അസ്ഥി തേയ്മാനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകുകയാണ്. സർജറിയോടുള്ള ബന്ധത്തിൽ, ഓപ്പറേഷനോടുള്ള ബന്ധത്തിൽ എഴുതപ്പെട്ട ചില റിപ്പോർട്ടുകൾ, ചില ആൻജിയോഗ്രാമോടുള്ള ബന്ധത്തിൽ എഴുതപ്പെട്ട ചില റിപ്പോർട്ടുകൾ, ചില ഹാർട്ടിന്റെ ബ്ലോക്കുകൾ ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കുകയാണ്. ദൈവത്തോട് പറയുന്നു, സ്തോത്രം, നിന്റെ ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ നിന്റെ ആയുസ് ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആയുസ് തികയ്ക്കും മുമ്പേ നിന്റെ പ്രാണന് ഹാനി വരുത്തുമെന്ന് പറഞ്ഞ് നിന്റെ ശരീരത്തോടുള്ള ബന്ധത്തിൽ ഉയർന്നു നിൽക്കുന്ന രോഗത്തിന്റെ വെല്ലുവിളികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊളിച്ചു കളയുകയാണ്. സൗഖ്യമടക്കട്ടെ, സൗഖ്യമടക്കട്ടെ. സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ ചലിച്ചു മുടങ്ങട്ടെ. ഭയങ്കരമായ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ അസാധാരണമായി സൗഖ്യമാകുന്ന ആത്മാവിനെ കാണിക്കുന്നത് കേട്ടോ. ആർത്രൈറ്റിസ് യേശു സൗഖ്യമാക്കുന്നു. അസ്ഥി തേയ്മാനം, ഈ ജോയിന്റ്സുകളുമായിട്ട് ഷോൾഡറിന്റെ ഈ കുളയുടെ ഭാഗവുമായൊക്കെ ബന്ധപ്പെട്ട്, സ്പൈനൽ കോഡുമായൊക്കെ ബന്ധപ്പെട്ട് എനിക്കറിയത്തില്ല, ഭയങ്കര ഹീലിംഗ് ഇന്ന് രാത്രി ഈ അന്തരീക്ഷത്തിൽ തുറക്കുന്ന ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരോട്, ദൈവ മക്കളോട് പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ഭയങ്കര ഹീലിംഗ് അനോയിന്റിങ്ങിനെ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കുകയാണ്. അടുത്ത ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾ കൈവച്ചു പ്രാർത്ഥിക്കുന്ന സകല രോഗികളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകത്തക്ക നിലകളിൽ ഒരു ഹീലിംഗ് അനോയിന്റിങ്ങിന്റെ ഇമ്പാർട്ടേഷൻ ഇന്ന് രാത്രി അന്തരീക്ഷത്തിൽ സംഭവിക്കുകയാണ്. അവനെ സ്വീകരിക്കാൻ കഴിയുന്നവർ, അവനെ റിസീവ് ചെയ്യാൻ കഴിയുന്നവർ ചില മിനിറ്റുകൾ ശബ്ദം ഉയർത്തിയോ, അതിരങ്ങളെ തുറന്നോ, കരങ്ങളെ ചേർത്തടിച്ചോ ആ അഭിഷേകത്തെ സ്വീകരിച്ച് ഒരു ഭയങ്കര ഇമ്പാർട്ടേഷൻ നടക്കുന്നു. രോഗസൗഖ്യത്തിന്റെ അഭിഷേകം, രോഗശാന്തിയുടെ വരം ചിലരുടെ മേൽ ഇന്ന് രാത്രി കൈമാറുകയാണ്. ജോസിച്ച അവനെ സ്വീകരിച്ചാട്ടെ, ബാബു പാസ്റ്റർ അവനെ സ്വീകരിച്ചാട്ടെ, ബിനു പാസ്റ്റർ അവനെ സ്വീകരിച്ചാട്ടെ.
എനിക്ക് അറിയത്തില്ല, ഭയങ്കര ഹീലിംഗ് അനോയിന്റിങ് ചിലരുടെ മേൽ വന്ന് പതിക്കുന്നവൻ ഞാൻ ആത്മാവിൽ കാണുകയാണ്. പത്രോസിന്റെ നിഴല് തട്ടിയപ്പോ രോഗികൾ സൗഖ്യമായതുപോലെ, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികൾ സൗഖ്യമായതുപോലെ, റമാന ഹത്തിരി പ്രബലഘടക സിയാമന, മാരകമായ ചില രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ഹീലിംഗ് അനോയിന്റിങ്ങിന്റെ കൈമാറ്റം ഇന്ന് രാത്രി ചിലരുടെ മേൽ സംഭവിക്കുകയാണ്. നിന്റെ മുമ്പിൽ അവൻ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു രോഗി പോലും സൗഖ്യം കാണാതെ മടങ്ങിപ്പോകാൻ കഴിയാവുന്ന വിലകളിൽ നിന്റെ മേലൊരു ഹീലിംഗ് അനോയിന്റിങ് സ്വീകരിച്ച ഒരു തീ പോലെ വന്നത് പതിയത് കേട്ടോ. എനിക്കറിയത്തില്ല ഈ സാന്നിധ്യത്തോട് ഈ അന്തരീക്ഷത്തിൽ ആരെല്ലാം പ്രതികരിക്കും. അവരുടെ മേൽ ഒരു തീ പോലെ ഈ അഭിഷേകം വന്ന് പതിയുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ക്യാൻസർ നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്തതുപോലെ, ട്യൂമറുകൾക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്തതുപോലെ, ഹറാം സിയാന്തൽ കമന എയ്ഡ്സിന് നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്തതുപോലെ, നീ ആയിരിക്കുന്ന അന്തരീക്ഷത്തിൽ കൂട്ട രോഗ സൗഖ്യം നടക്കത്തക്ക നിരകളിൽ നിന്റെ മേൽ ഹീലിംഗ് അനോയിന്റിങ്ങിനെ ഇന്ന് രാത്രി ദൈവം കൈമാറുകയാ. ചിലരുടെ മേലെ തീ പോലെ വന്ന് വീഴുന്നു. ഡെയ്സി ജോർജ് എന്ന് പറഞ്ഞ ആന്റിയുടെ മേൽ അങ്ങനെ ഇമ്പാർട്ടേഷൻ നടക്കുന്നവൻ ഞാൻ ആത്മാവിൽ കാണുകയാണ്. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ ആ ദൂതനെ സ്വീകരിച്ചാണ്. വത്സമ ജോൺസൺ ആ ഡിവൈസിനകത്ത് അങ്ങനെ ഒരു ഇമ്പാർട്ടേഷൻ നടക്കുന്നവർ പരിശുദ്ധാത്മാവ് കാണുക. നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി എഴുതപ്പെട്ട ചില മെഡിക്കൽ റിപ്പോർട്ടുകളെ ക്യാൻസൽ ചെയ്യത്തക്ക നിലകളിൽ ആന്റി നിങ്ങളുടെ മേൽ വലിയ സൗഖ്യത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി വന്ന് വീഴുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ്. അപ്പോൾ തന്നെ അനേകരെ സൗഖ്യമാക്കുന്ന ഒരു അഭിഷേകം. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ ആ ദൂതനെ സ്വീകരിച്ചാട്ടെ. റെൻസി ഡെന്നീസ് എന്ന് പറഞ്ഞ ഡിവൈസിൽ ആന്റി നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു അഭിഷേകം വന്ന് വീഴുന്നവൻ ഞാൻ ആത്മാവിൽ കാണുകയാണ്. സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിലും ഒരു ഭയങ്കര സൗഖ്യം നടക്കുന്നു കേട്ടോ. നിങ്ങളുടെ യൂട്രസിനകത്ത് ഒരു ഭയങ്കര സൗഖ്യം നടക്കുന്നല്ലോ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വലിയ സൗഖ്യങ്ങൾ നടക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. ചില മരണത്തിന്റെ റിപ്പോർട്ടുകളെ ഇന്ന് രാത്രി ദൈവാത്മാവ് ക്യാൻസൽ ചെയ്യുകയാണ്. ചില മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് എല്ലാ മാസങ്ങളിൽ ചെക്കപ്പിൽ പോകുന്ന ചില വ്യക്തികളുടെ മേൽ ഭയങ്കര ഹീലിംഗ് നടക്കുന്നു. ഒന്ന് പ്രതികരിച്ചാട്ടെ. കൂടാരത്തിനകത്ത് ഭയങ്കര ഹീലിംഗ് നടക്കുന്നത് പരിശുദ്ധ ആത്മാവിനെ കാണുക. ചിലരുടെ ശരീരത്തിലേക്ക് പാർലൈസ്, തളർവാദ രോഗത്തിന്റെ കെട്ടുകൾ നിങ്ങളുടെ വീടിനകത്ത് അഴിയുന്നവൻ ഞാൻ ആത്മാവിൽ കാണുന്നു. അങ്ങനെ ഫോളോ ചെയ്യുന്ന രോഗശക്തിയെ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊട്ടിച്ചു കളയുകയാണ്. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് വളരെ വ്യക്തമായി ദാവീദോട് നാഥാൻ പ്രവാചകനെ അയച്ചൊരു ഉടമ്പടി ചെയ്തതുപോലെ ഞാൻ നിന്റെ ഗ്രഹത്തെ പണിയുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. 2024 2025 ബന്ധപ്പെട്ട് ഒരു പുതിയ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കത്തക്ക നിലകളിലുള്ള ചില ഡോറുകൾ ദൈവത്തിന്റെ ആത്മാവ് തുറക്കുന്നത് പരിശുദ്ധ ആത്മാവെന്നെ കാണുകയാണ്. യാക്കോബെന്ന പിതാവ് യോസെഫിന് കൊടുത്ത വസ്ത്രം സഹോദരന്മാർ അപകരിച്ചെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ആർക്കും അപകരിക്കാൻ കഴിയാവുന്ന വിലകളിൽ ഒരു സ്വർഗീയ വസ്ത്രം ശുശ്രൂഷയുടെ അനന്തരഫലമായി, കൃപാവരത്തിന്റെ അനന്തരഫലമായി, സ്വപ്നത്തിന്റെ അനന്തരഫലമായി 2024-25 എന്ന വർഷത്തിൽ നിങ്ങളുടെ മേൽ വന്ന് പതിയുമെന്ന് നിങ്ങളുടെ മേലെ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജെസ്സി എന്ന് പറഞ്ഞൊരു പേര് കാണിക്കുന്നു. ആ പേരിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ആ നെയ്മുമായി ബന്ധപ്പെട്ടൊരു വലിയ ഹീലിംഗ് നിങ്ങളിലൂടെ ദൈവാത്മാവ് അയക്കുമെന്ന്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ശക്തിയോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി എല്ലാ രോഗശക്തികളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ അന്തരീക്ഷം വിട്ട് അടികട്ടെ. എല്ലാ മൈഗ്രെയിന്റെ സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഔട്ട് ആകട്ടെ. എല്ലാ മൈഗ്രെയിന്റെ സ്പിരിറ്റുകളും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. വത്സമ ജോൺസൺ എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് പറയുന്നു ഈ കോട്ടയവും പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് ഈ 2 സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടു, ഈ കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട് എന്തോ നിങ്ങൾക്ക് വേണ്ടി വലിയ ഡെലിവറൻസ് നടക്കുന്നവർ
പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. റാംസിയാന്തന ദൈവാത്മ മേരിക്കുട്ടി എന്ന് പറഞ്ഞൊരു പേരാത്മാവിനെ കാണിക്കുന്നു. മേരിക്കുട്ടി എന്ന് പറഞ്ഞൊരു പേരാത്മാവിനെ കാണിക്കുന്നു. ആ പേരുമായി ബന്ധം ഉണ്ടെങ്കിൽ അത് ഒന്ന് കമന്റ് ചെയ്യണേ. സംസാരിച്ചില്ലെങ്കിലും ഇതിലൂടെ ഒന്ന് കമന്റ് ചെയ്യണം. റാംഷ ക്രബോസിയാന്തൽ കവന, അങ്ങനെ ഒരു നെയിം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. റബോസിയാമൻ, രണ്ട് വർഗീസ് എന്ന് പറഞ്ഞൊരു പേരാത്മാവിനെ കാണിക്കുന്നു. ലബാർത്തല പ്രബോഷി അന്തൽ കവാനിയ, ഈ രണ്ട് നെയിമുകളുമായി ബന്ധപ്പെട്ട് വലിയ ഡെലിവറൻസുകൾ പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുക. യെസ്, രാത്രി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഔട്ടാകട്ടെ. രോഗത്തിന്റെ പുറകെ ചലിക്കുന്ന എല്ലാ ദുരാത്മ ശക്തികളെയും എല്ലാ ബാധകളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അഭിഷിക്തന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് അവനോട് ആത്മാവിൽ കൽപ്പിക്കുന്നു. റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ പുറത്തു പോകും. വ്യക്തികളുടെ ശരീരം വിട്ട് പുറത്തു പോകും. കുടുംബങ്ങൾ വിട്ട് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകും. ഹോസ്പിറ്റലിലേക്ക് അധ്വാന ഫലത്തെ തിരിച്ചുവിടുന്ന എല്ലാ ദുരാത്മ ശക്തികളോടും യേശുവിന്റെ നാമത്തിൽ അഭിഷിക്തന്മാർ ഒരുമിച്ച് ചേർന്ന് ആത്മാവിൽ കൽപ്പിക്കുക. ഇപ്പോൾ തന്നെ പുറത്തു പോകാം. ഭയങ്കര സൗഖ്യങ്ങൾ ഈ സമയം നടക്കുന്നു കേട്ടോ. എല്ലാ ഡിപ്രഷന്റെ സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഹീലാകട്ടെ. ഇപ്പോൾ തന്നെ ഹോളി സ്പിരിറ്റ് വിശ്വാസത്താലുള്ള പ്രവൃത്തിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളെ നയിക്കുകയാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച വിശ്വാസത്താലുള്ള പ്രവൃത്തിയിലേക്ക് ചിലരെ കർത്താവ് നയിക്കുകയാണ്. വാക്കിന്റെ അകത്ത് വിശ്വാസം, ലബാർത്തന എഴുതുമ്പോൾ അവന്റെ അകത്ത് വിശ്വാസം, ചലനത്തിനകത്ത് വിശ്വാസം, മെസ്സേജുകൾക്കകത്ത് വിശ്വാസം, റാദികൾക്ക് അവന സാഹചര്യത്തിന് എതിരായിട്ട് സംസാരിക്കുന്ന ചില വിശ്വാസത്തിന്റെ ജീവനുള്ള വിശ്വാസം, ജീവനുള്ള ചില വിശ്വാസത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന ചിലരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. അവരെവിടെ ചെന്നാലും അവർക്കൊരു കൊയ്ത്ത് അനുഭവിക്കാൻ കഴിയും. അവരെവിടെ ചെന്നാൽ അവർക്കൊരു സമൃദ്ധി അനുഭവിക്കാൻ കഴിയും. അവരെവിടെ ചെന്നാൽ അവർക്കൊരു നിറവ് അനുഭവിക്കാൻ കഴിയും. അവരെവിടെ ചെന്നാലും തടസ്സങ്ങൾ അവരുടെ മുമ്പിൽ വഴിമാറും. അവരെവിടെ ചെന്നാലും താങ്ക് യു ജീസസ്. അവരുടെ പ്രത്യേക ഒരു സൈന്യം അവർക്ക് നേരെ പാളയമിറങ്ങിയാലും അവർ നിർഭയമായിരിക്കും. പ്രാർത്ഥിച്ച എല്ലാവരും ചിലവരുടെ അങ്ങനെ ഒരു നിയോഗത്തെ ഒന്ന് സ്വീകരിക്കാമോ? അങ്ങനെ ഒരു നിയോഗത്തെ സ്വീകരിക്കാം. അങ്ങനെ ഒരു നിയോഗത്തെ സ്വീകരിച്ച് എല്ലാം സംസാരത്തിൽ വെളിപ്പെട്ടു വരുന്ന എല്ലാ നെഗറ്റീവായ സ്വാധീനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുന്നു. പരിശുദ്ധരെ താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ചിലവരുടെ അന്യഭാഷകളൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവരും അന്യഭാഷകളൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രബോസിയ വിഭാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം തന്നെ അസാധാരണമായ ഒരു ആത്മബലത്തെ ദൈവത്തിന്റെ ആത്മാവ് തുറക്കുകയാണ്. ദൈവാത്മാവ് തുറക്കുകയാണ്. ആമേൻ. ഇത് പ്രസംഗിക്കാൻ വേണ്ടി വായിപ്പിക്കുന്ന ഒരു വാക്യമല്ല, പ്രസംഗിക്കാൻ വേണ്ടിയല്ല. ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എത്രമാത്രം സത്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ വിശ്വാസത്താലുള്ള പ്രവൃത്തി അതിൻ്റെ അകത്ത് എത്രമാത്രം സത്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് നമ്മുടെ വാക്കായിക്കോട്ടെ, നമ്മുടെ പ്രവൃത്തി ആയിക്കോട്ടെ, നമ്മുടെ ചലനങ്ങളായിക്കോട്ടെ, നമ്മുടെ എഴുത്തായിക്കോട്ടെ, അവന്റെ ആ വിശ്വാസത്താലുള്ള പ്രവൃത്തിയുടെ പ്രാധാന്യത മനസ്സിലാക്കാൻ വേണ്ടി ഒരു വാക്യം നമുക്ക് വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 6-ാമത്തെ സഭാപ്രസംഗി 5:6 വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 5:6 നിന്റെ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധം വശാൽ വന്നുപോയെന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുക മരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നവെന്തിന്? നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല, വാക്ക് മനസ്സിലായില്ല. സഭാപ്രസംഗി 5:6 ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ ഈ എല്ലാ കാര്യം അതിന്റെ ഒരു ആകത്തുകയാണ് ഞാനിപ്പോ ഈ പറയുന്നത്. സഭാപ്രസംഗി നിങ്ങൾ നോട്ട് ചെയ്യണം. 5-ാം അധ്യായം 6-ാമത്തെ വാക്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ വായിക്കണം. നിന്റെ
നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. 2, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, അബദ്ധം വശാൽ വന്നുപോയെന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുക മരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നവെന്തിന്. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? വിശ്വാസത്താലുള്ള പ്രവൃത്തിക്കകത്ത് തുറക്കപ്പെടുന്ന ദൈവിക അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലാണ്. എന്നാൽ ഇത് പലപ്പോഴും ബ്ലോക്കായി പോകുന്നത് ഈ വിശ്വാസത്തോടുള്ള പ്രവൃത്തി എതിലൂടെയൊക്കെയാണ് വെളിപ്പെടുന്നത്? നമ്മുടെ വാക്കിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ ചലനങ്ങളിലൂടെയാണ് ഈ പ്രവൃത്തി വെളിപ്പെടുന്നത്. പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തെ തടയാൻ, കണ്ടോ, ഈ നമ്മുടെ അനുഗ്രഹത്തെ തടയാൻ കാരണം പിശാചിന് നന്നായിട്ട് അറിയാം, ഇനി എത്ര വലിയ ശക്തമായ പോരാട്ടം കൊണ്ടുവന്നാലും ഇവന്റെ അനുഗ്രഹത്തെ തടയാൻ പറ്റത്തില്ല. ഇവന്റെ അനുഗ്രഹം തടയപ്പെടണമെങ്കിൽ അവന്റെ പ്രധാനപ്പെട്ട ആയുധമാണ് ഇവന്റെ വാ, ഇവന്റെ നാവ്. ആ നാവ് വെച്ച് ഇവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അനുഗ്രഹങ്ങൾ ബ്ലോക്ക് ആകുമെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. കാരണം ഇപ്പൊ വായിച്ച വചനത്തോടുള്ള ബന്ധത്തിൽ സ്വത്രം അബദ്ധവശാൽ വന്നുപോയെന്ന് ദൂതന്റെ മുമ്പിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ദൂതന്റെ അബദ്ധവശാൽ വന്നുപോയെന്ന് നീ ദൂതന്റെ സന്നിധിയിലും പറയുക വരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ, ശ്രദ്ധിച്ചോ, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നവെന്തിന്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കണം. ഇനി ഞാനായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഭൂകമ്പം ഉണ്ടായാലും, ഹല്ലേലൂയ, ഞാനായിരിക്കുന്ന അന്തരീക്ഷത്തിൽ എന്റെ ജോലിക്കകത്തായിക്കോട്ടെ, എന്റെ മിനിസ്ട്രിക്കകത്തായിക്കോട്ടെ, എല്ലാം കൈവിട്ടു പോയെന്ന് ചിന്തിക്കത്തക്ക നിലകളിൽ ചില സാഹചര്യത്തിൽ ഞാൻ ആയിത്തീർന്നാലും ഒരിക്കലും എന്റെ വാ തുറന്ന് ഞാൻ പ്രാപിച്ച വിശ്വാസത്തിന് എതിരാട്ടോ എന്റെ വാഗ്ദത്തങ്ങൾക്കെതിരാട്ടോ ഞാൻ സംസാരിക്കത്തില്ല. യേശുവേ, അതിനുള്ളൊരു കൃപ ഇന്ന് രാത്രി എനിക്ക് തരണമേ എന്നൊരു പ്രാർത്ഥന നമ്മളിൽ ഉയരുമെങ്കിൽ 2024 അസാധാരണമായത് ചെലവ് കാണും. ചെലവെല്ലാം ബ്രേക്കായി പോകാനുള്ള കാരണം, ചെലവൊക്കെ നശിച്ചു പോയവന്റെ കാരണം, ചിലവൊക്കെ തടയപ്പെട്ടവന്റെ കാരണം അടുത്ത വീട്ടിൽ ആരോ ആഭിചാരം ചെയ്തത് കൊണ്ടല്ല, അടുത്ത വീട്ടിൽ ആരോ മന്ത്രവാദം ചെയ്തത് കൊണ്ടല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ വെളിപ്പെട്ടാൽ അവനെ ശാസിക്കണം. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് എന്റെ വായിലിരുന്ന് റിലീസാകുന്ന വാക്കുകൾ. ഇപ്പൊ ഈ സമയം എന്നോട് കർത്താവ് വളരെ ഒരു ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങളുടെ മിനിസ്ട്രിക്ക് എതിരാട്ടോ, നിങ്ങളുടെ അനുഗ്രഹത്തിന് എതിരാട്ടോ, നിങ്ങളുടെ സ്വത്രം, നിങ്ങളുടെ താങ്ക് യു പാസ്റ്റർ, നിങ്ങളുടെ ഉയർച്ചകൾക്കെതിരാട്ടോ, ദൈവശബ്ദത്തിന് എതിരാട്ടോ, ഈ എല്ലാം കൈവിട്ടുപോയി എന്നീ ഒരിക്കലും സാധ്യതയില്ലെന്നൊക്കെ പറയത്തക്ക നിലകളിൽ ചില സാഹചര്യത്തിൽ നിങ്ങളായപ്പോൾ നിങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ ഇന്ന് രാത്രി നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എതിരായിട്ടായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ടായിരിക്കാം, അവരുടെ ഭാവിക്കോ അവരുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷകൾക്കോ ഏത് മേഖലയും ബന്ധപ്പെട്ടായിരിക്കാം. ഇന്ന് രാത്രി അങ്ങനെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ദൈവാത്മാവ് എൻ്റെ അകത്തൊരു നിയോഗം തരുന്നു. ഒരു പേപ്പർ എടുത്ത് ആ വാക്കുകളെ ഇപ്പോൾ തന്നെ ഒന്ന് എഴുതാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഒരു പേപ്പർ എടുത്ത് അങ്ങനെ എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എഴുതുക. ആ വാക്ക് നിമിത്തം വന്ന ചില ശാപങ്ങളെ ഇന്ന് രാത്രി ദൈവം പൊളിക്കാൻ പോകുക. ആ വാക്ക് നിമിത്തം വന്ന ചില തടസ്സങ്ങളെ ദൈവാത്മാവ് ഇന്ന് രാത്രി പൊളിക്കാൻ പോകുക. നിങ്ങൾ എഴുതി വെച്ചോ, ചലഞ്ച് ചെയ്ത് ഞാൻ പറയാം. അങ്ങനത്തെ വാക്കുകൾ നമ്മൾ എഴുതി സ്തോത്രം, അതിനെ നമ്മൾ അതിന്റെ ഈ വാക്ക് പറഞ്ഞപ്പോൾ ആക്റ്റീവായ ചില സ്പിരിറ്റുകളുണ്ട്, മനസ്സിലായോ? ആ സ്പിരിറ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ദീർഘവർഷങ്ങളായി പെൻഡിങ്ങിൽ കിടന്ന ചിലവൊക്കെ ആക്റ്റീവ് ആകാൻ തുടങ്ങും. അതുകൊണ്ടൊന്ന് എഴുതാമോ? ഞാൻ ഈ വചനത്തെ ബേസ് ചെയ്താണ് അത് എഴുതാൻ പറയുന്നത്. ഒന്ന് എഴുതിക്കേ. റാസാറ്റൽ പ്രഭോഷിയാന്തൽ ഖബാൻ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അത് എഴുതാം. റാം ഷെക്രോട്ടി ആന്തൽ റേഖേമേ സിയാന്തൽ ഖബാൻ. റേഖേമേ, ദൈവത്തിന് പോലും പ്രവർത്തിക്കാൻ കഴിയാവുന്ന വിലകളിൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പിശാച് അടച്ച, നിങ്ങൾ എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കുക. പിശാച് അടച്ചാൽ നമുക്ക് പെട്ടെന്ന് തുറക്കാം. മന്ത്രവാദി അടച്ചാൽ അത് വലിയ സമയമൊന്നും വേണ്ട, കാരണം നമ്മൾ അധികാരം പ്രാപിച്ചവരാണ്. പക്ഷെ കർത്താവ് അടച്ചാലോ നിങ്ങൾക്ക് മനസ്സിലായില്ല. ദൈവം അടച്ചാലോ, ദൈവം ബ്ലോക്ക് ചെയ്താലോ, ദൈവം ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മേഖലയേ ഉള്ളൂ, നമ്മുടെ വാക്ക. ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാനിത് പറയുമ്പോൾ വേറൊരു വശം കൂടെ പറയാം. എലിയാവ് മരണം ചോദിച്ചു, പക്ഷെ ഒരു ജീവന്റെ ശുശ്രൂഷയുമായിട്ട് ആ മനുഷ്യനെ ദൈവം അയച്ചു. ആ ഭാഗമല്ല ഇവിടെ ഞാൻ പറയുന്നത്.
ഈ പറഞ്ഞ ഭാഗം വേറൊരു ആത്മതലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വാക്ക് നിമിത്തം ബ്ലോക്കായി പോയ ചെലവിനെ ദൈവം ഇന്ന് രാത്രി തുറക്കാൻ പോവുകയാണ്. ലാസാറ്റൽ പ്രഫോസി ആയിറ്റൽ കവന റേഖേബിന് എത്ര മതി എന്ന് പറഞ്ഞാലും കർത്താവിന് പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു മൂവ്മെന്റ് നടക്കും. പക്ഷെ എവിടെയോ നമ്മുടെ വാക്ക് നിമിത്തം ബ്ലോക്കായി പോയ ചില നന്മകളുണ്ട്, ചില അനുഗ്രഹങ്ങളുണ്ട്. ഇന്ന് രാത്രി അവനെ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോവുക. അവന്റെ പുറകെ ചലിക്കുന്നത്, അവന്റെ പുറകെ ആ വാക്ക് പറഞ്ഞപ്പോൾ ആക്റ്റീവായ ചില സ്പിരിറ്റുകളെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ബ്രേക്ക് ചെയ്യാൻ പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് എഴുതാമോ? ഓ ശബാർത്ഥന. മിനിസ്ട്രിക്കകത്ത് ലിമിറ്റേഷൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട റീസൺ ആണ് ഇപ്പൊ പറഞ്ഞത്. നിങ്ങളുടെ സാമ്പത്തിക ഏറിക്കകത്ത് ഒരു ലിമിറ്റേഷൻ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ നമ്മൾ ചിന്തിക്കാത്ത വാതിലുകളൊക്കെ ദൈവം തുറന്നിട്ടിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് കയറാൻ പറ്റാതെ പോലെ നമ്മൾ പറഞ്ഞ വാക്കുകൾ തന്നെ തടസ്സമായിട്ട് നിൽക്കുന്നു. ഷാബ്രാക്കാറ്റാലാമാർത്തിനി ഒന്ന് എഴുതാമോ? താങ്ക് യു ജീസസ്. ഹറാസിയ എഴുതി കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ വിശുദ്ധന്മാരെ കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു ജീസസ്. റാഖോബോ ഷെക്കേറിയാറ്റൽ ഖബാൻ ലബാർത്തന പ്രഫോസിയ അന്തൽ ഖബാനി ഠാലവർത്തന പ്രഫോസി ആയിറ്റൽ ഖബന ഹറാ സെക്കേറ്റിനിയ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എഴുതിയവർ നിങ്ങളുടെ കരുത്തിൽ ആ പേപ്പർ ഒന്ന് എടുത്ത് പിടിക്കാൻ കഴിയുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. റാസോറ്റലി പ്രഫോഷിയാന്തൽ ഖബാൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ദൈവത്തിന്റെ ആത്മാവ് തന്ന നിയോഗത്തിൽ കർത്താവെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തി സ്തോത്രം, പ്രവൃത്തി നശിപ്പിക്കത്തക്ക നിലകളിൽ ഞങ്ങളുടെ നാവിലിരുന്ന് വന്ന ചില വാക്കുകൾ, ആ വാക്കുകൾ പറഞ്ഞപ്പോൾ ആക്റ്റീവായ ചില സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ഈ എഴുതപ്പെട്ട ഈ പേപ്പറിന്റെ അകത്ത് എഴുതി ഈ പേപ്പർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അവർ ആ നെഗറ്റീവായ വാക്ക് പറഞ്ഞപ്പോൾ അവരുടെ നന്മയ്ക്ക് വിരോധമായി, അവരുടെ ഉയർച്ചയ്ക്ക് വിരോധമായി, അവരുടെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, അവരുടെ യാത്രകൾക്ക് വിരോധമായി, തലമുറയുടെ ഭാവിക്ക് വിരോധമായി, നന്മകൾക്ക് വിരോധമായി, അവരുടെ ആരോഗ്യത്തിന് വിരോധമായി, റാക്കാമ സെക്കേറ്റിന് അവരുടെ മേൽ ദൈവം തുറക്കാൻ ആഗ്രഹിച്ച സമൃദ്ധിക്ക് വിരോധമായി, അവരുടെ അവരുടെ അക്കൗണ്ട്സിന് വിരോധമായി, അവരുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി, അവരുടെ ഹെൽത്തിന് വിരോധമായി, ഫാമിലി ലൈഫിന് വിരോധമായി, തലമുറകൾക്ക് വിരോധമായി ആക്റ്റീവായ ചില സ്പിരിറ്റിന്റെ സ്വാധീനങ്ങൾ, ആ സമയം ആക്റ്റീവായ ആ ദുരാത്മ ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അവനെ കീറിക്കളയുക. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടവനെ കീറിക്കളയുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റക്കാബാസിയ ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് അങ്ങനെ പറഞ്ഞ കീറുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ നെഗറ്റീവ് വാക്ക് പറഞ്ഞപ്പോൾ ആക്റ്റീവായ ആ ദുരാത്മ ശക്തികൾ ഇപ്പോൾ തന്നെ എന്റെ ആരോഗ്യം വിട്ട് പുറത്തു പോകട്ടെ. ഇപ്പോൾ തന്നെ എന്റെ ആരോഗ്യം വിട്ട് പുറത്തു പോകട്ടെ. എന്റെ നന്മകൾ വിട്ട് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. ഇങ്ങനെ പറഞ്ഞു കീറിക്കളയുക. എന്റെ മിനിസ്ട്രി വിട്ട് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. എന്റെ വാഗ്ദത്തങ്ങൾ വിട്ട് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. എന്റെ ഉയർച്ച വിട്ട് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. റകാബ സെക്കേറ്റിരിയ എല്ലാ ദൈവിക സമൃദ്ധികൾ തുറക്കപ്പെട്ട ദൈവിക സമൃദ്ധികൾ അവനെ തടഞ്ഞ തലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പുറത്തു പോകട്ടെ. എന്റെ ഭാവിയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അത് പുറത്തു പോകട്ടെ. എന്റെ ജോലിയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അത് പുറത്തു പോകട്ടെ. എന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ അത് പുറത്തു പോകട്ടെ. ഓ പ്രാർത്ഥിച്ച് കീറുകള റാംസറ്റൽ കബാന റേഖേമേ ഷെകേ റിയാന്തൽ കബാനിയ റേഖബൗസി യാന്തൽ കബാന. എന്റെ യാത്രകളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് ഔട്ടാകട്ടെ. റേഖബൗസി യാന്തൽ കബന. എന്റെ കൂടാരത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഔട്ടാകട്ടെ. എന്റെ രക്തത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഔട്ടാകട്ടെ. എന്റെ ക്രോമസോമിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഔട്ടാകട്ടെ. എന്റെ ജീനിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഓ റാസ റേഖേബേ ഷദാൽ പ്രഭാലിയ ഓ റബസിയാമന. എന്നിട്ട് യേശുവിന്റെ അതിനെ കീറിക്കളഞ്ഞവർ യേശുവിന്റെ നാമത്തിൽ എന്റെ മേൽ എന്റെ കുടുംബത്തിന്റെ മേൽ എന്റെ മിനിസ്ട്രിയുടെ മേൽ എന്റെ വാഗ്ദത്തത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ ചരിത്രത്തെ ദൈവ നിയോഗത്താലുള്ള ഒരു പുതിയ ചരിത്രത്തെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ തുറക്കുകയാണ്.
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. അന്തരീക്ഷത്തിൽ ഭയങ്കര ചലനങ്ങൾ നടക്കുന്നവൻ ആത്മാവിൽ കാണുന്നു. അന്തരീക്ഷത്തിൽ ഭയങ്കര വിടുവൽ നടക്കുന്നവൻ ആത്മാവിൽ കാണുന്നു. എന്തൊക്കെയാണോ സ്പിരിറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നും, നിങ്ങളായിരിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്നും, നിങ്ങളുടെ സമസ്ത മേഖലയ്ക്കകത്തിരുന്നു പുറത്താകുന്നവൻ ആത്മാവിൽ കാണുകയാണ്. ഈ ദൂതിന്റെ ഗൗരവം മനസ്സിലാക്കി ചില മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പിശാചേ, ആമേ സ്തോത്രം, ഈ കുടുംബങ്ങൾക്ക് വിരോധമായി ഇവർ പറഞ്ഞ വാക്കിനെ കയറി പിടിച്ച് ആമേ സ്തോത്രം ഉയർന്നു നിന്ന നെഗറ്റീവ് എഫക്റ്റ്, ഉയർന്നുന്ന ദുരാത്മ ശക്തിയെ, വാഴ്ചയെ, ആധികാരമേ, ഇരുളിന്റെ ആധിപത്യമേ, യേശുവിന്റെ ആധികാരമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ സഭ ഒരുമിച്ച് ചേർന്നു ആത്മാവിൽ കൽപ്പിക്കുന്നു. ഈ മീറ്റിംഗിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന 36 ഡിവൈസുകൾക്കകത്തു 36 കുടുംബങ്ങളിൽ നിന്നും ആമേ സ്തോത്രം ഇപ്പോൾ തന്നെ right now get out right now, ഇപ്പോൾ തന്നെ പുറത്തു പോകാം, ഇപ്പോൾ തന്നെ പുറത്തു പോയി. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇരുളിന്റെ പുതപ്പ് മാറിയിട്ട് ആമേ സ്തോത്രം ആകാശത്തിന്റെ കിളിവാവലുകൾ തുറന്നു ഒരു സ്വർഗീയ പുതപ്പ് ചിലരുടെ ശരീരത്തിൽ വന്ന് വീഴുന്ന സ്വീകരിക്കാൻ കഴിയുന്നവർ സ്വീകരിച്ചോണം. ആമേ സ്തോത്രം ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു, സ്വർഗത്തിന്റെ വാതിൽ തുറന്നു ആമേ നിന്നെ ഒരു പുതിയ ചരിത്രം നിന്റെ മേൽ ആരംഭിക്കുവാൻ ഒരു പുതിയ പുതപ്പിന്റെ കൈമാറ്റം സ്വീകരിച്ചാട്. എനിക്കറിയാം ശമാർത്ഥന തന്തി എന്തോ ആമേ അസാധാരണമായത് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ഞാൻ കൊണ്ടുവന്ന ഒരു സന്ദേശമല്ല ഇന്ന് രാത്രി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ യേശു സ്നേഹിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ യേശു ആഗ്രഹിക്കുന്നത് കൊണ്ട്, ഇനി ഇങ്ങനെ ഇടയരുതെന്നൊരാഗ്രഹം യേശുവിനുള്ളത് കൊണ്ട്, ഇനി ഇങ്ങനെ അലയരുതെന്നൊരാഗ്രഹം യേശുവിനുള്ളത് കൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, വാക്ക് നിമിത്തം വന്ന കള്ളന്റെ സ്വാധീനങ്ങളെ ഇന്ന് രാത്രി ദൈവം ബ്രേക്ക് ചെയ്തിട്ടു. യേശുവാനുള്ള ജീവനും യേശുവാനുള്ള സമൃദ്ധിയായ ജീവനും നിന്റെ കൂടാരത്തിന് മേൽ. കമാൻ ചർച്ച് ഞാൻ കാണുന്നു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക്, നന്മയിൽ നിന്നും നന്മയിലേക്ക്, അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക്, മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക്, തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക്, അധികാരത്തിൽ നിന്നും അധികാരത്തിലേക്ക്. വിശ്വസിക്കുന്നവർ മാത്രം. എല്ലാവരും കൈയടിക്കരുത്, എല്ലാവരും ആമേൻ പറയരുത്, എല്ലാവരും പ്രതികരിക്കരുത്. വിശ്വസിക്കുന്നവർ ശക്തമായ നിയോഗം ഉണ്ടായിട്ടു, ശക്തമായ ദർശനങ്ങൾ കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ടു, അവൻ ഒരു മുറിക്കകത്ത് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി നീ പറഞ്ഞ ചില വാക്ക് നിമിത്തം ആക്റ്റീവായ അവൻ ദുരാത്മ ശക്തികൾ നിന്നെ ഒതുക്കിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിക്കാം. ഇന്ന് രാത്രി മുതൽ നിന്റെ മേൽ ചെലവ് ദൈവം തുറക്കാൻ പോവുകയാണ്. അവൻ ശാപത്തിന്റെ പോർട്ടലുകൾ ഡീആക്ടിവേറ്റ് ആകുന്നു, ലൂസിന്റെ പോർട്ടൽ ഡീആക്ടിവേറ്റ് ആകുന്നു, ബെഥേലിന്റെ പോർട്ടൽ നിന്റെ മേൽ തുറക്കുന്നു, ബെഥേലിന്റെ പോർട്ടൽ നിന്റെ മേൽ തുറക്കുന്നു. കമാൻ ചർച്ച്, ഒരു ഭയങ്കര അഭിഷേകം, ഒരു ബെഥേലിന്റെ പോർട്ടൽ അവൻ തുറന്ന സ്വർഗ്ഗം. ദൈവത്തിന്റെ ദൂതന്മാർ തീർന്നില്ല. ബെഥേലിൽ നിന്നും ഒരു യാബോക്കിന്റെ പോർട്ടൽ നിന്റെ മേൽ തുറക്കുന്നു. നിന്റെ പേരിനെ മാറ്റുന്ന, നിന്റെ മേൽ പുതിയ ചരിത്രം ആരംഭിക്കുന്ന നിന്റെ പ്രവൃത്തി നിമിത്തം, നിന്റെ വാക്ക് നിമിത്തം കഴിഞ്ഞ 21 വർഷം നീ ലാബാന്റെ വീടിനകത്ത് ഒതുങ്ങിപ്പോയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് നിന്റെ മേൽ തുറക്കുകയാണ് ഒരു യാബോക്കിന്റെ പോർട്ടൽ. ആ പോർട്ടലിനകത്ത് നിന്റെ പേര് മാറിയിരിക്കും. ആ പോർട്ടലിനകത്ത് ചില അടിമത്വങ്ങൾ പൊളിയും. ആ പോർട്ടലിനകത്ത് നിന്റെ വാക്ക് നിമിത്തം, പ്രവൃത്തി നിമിത്തം വന്ന ശാപങ്ങൾ അഴിഞ്ഞിട്ട് ദൈവത്താൽ ഒരു പോർട്ടൽ, ദൈവത്താൽ ഒരു പോർട്ടൽ. കമോൺ ചർച്ച്, എന്നോട് വളരെ വ്യക്തമായി പറയുന്നത് കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞോ. അടുത്ത കർത്താവെ, ഞാൻ ഈ ദൂത് ഈ ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ ഇരുന്ന് യേശു പ്രാർത്ഥിച്ചതുപോലെ ഞാൻ അങ്ങയാൽ ഐക്യപ്പെട്ടവനെന്ന് ഇവർ വിശ്വസിക്കേണ്ടവര്. യെസ് കർത്താവ്, ഈ പറയപ്പെട്ട ദൂതിനകത്തുള്ള ഗൗരവം ഈ ജനം തിരിച്ചറിയത്തക്ക നിലകളിൽ അങ്ങയുടെ പ്രവാചകനായ ഞാൻ, അങ്ങയുടെ മകനായ ഞാൻ യേശുവിന്റെ നാമത്തിൽ അടുത്ത 48 മണിക്കൂർ അവധി പറഞ്ഞ് ഈ ദൂതിന്റെ ഗൗരവം ചിലർ മനസ്സിലാകത്തക്ക നിലകളിൽ ഈ ദൂതിന്റെ ശക്തി ചില കൂടാരങ്ങളിലേക്ക് പ്രഭാരിയ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത 48 മണിക്കൂറിനകം ചില ജപ്തികൾ ക്യാൻസൽ ആകും. അടുത്ത 48 മണിക്കൂറിനകം ചില ലോണുകൾ എഴുതി തള്ളപ്പെടും. അടുത്ത 48 മണിക്കൂറിനകം നീ അവകാശങ്ങളിലേക്ക് കയറിയിരിക്കും. പ്രാർത്ഥിച്ച ഒരു നിർബന്ധത്താലുള്ള ഒരു ആരാധനയല്ല.
Oh, Shabrakata Lama Seke Tele, Rukaba Seke Riantel Kabania, Host Vital Proposi Andal Karavia. Oh, അടുത്തൊരു ചരിത്രം ആരംഭിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. റകാബ ശെകേലിയാർത്തന. റാക്കാമാരെ വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ കർത്താവിനെ സ്തുതിക്കാമോ? കൊട്ടാരത്തിൽ നിന്നു നിന്റെ അമ്മായപ്പന്റെ വീട് വരെ നിന്നെ ഫോളോ ചെയ്ത ചില ദുരാത്മ സ്വാധീനങ്ങളെ ഹോറബിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് കൈകാര്യം ചെയ്തിട്ട് നിന്റെ അകത്തിരിക്കുന്ന അധികാര പുരുഷനെ പുറത്തെടുത്ത് നിന്റെ ജീവകാലം നീ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ കാണത്തക്ക നിലകളിൽ ഇന്ന് രാത്രി വീണ്ടും ആവർത്തിക്കാം. മോശേ കൊട്ടാരം മുതൽ നിന്റെ അമ്മായപ്പന്റെ വീട് വരെ നിന്നെ ഫോളോ ചെയ്ത ചില ഇരുടിന്റെ സ്വാധീനങ്ങൾ ഹോരേബിൽ വെച്ച് ദൈവം കൈകാര്യം ചെയ്യുക. ഇന്ന് രാത്രി ചിലരുടെ ഹോരേബാണ്. ഇന്ന് നീ ജീവിച്ചിരിക്കുന്ന കാലം വരെ കാണാൻ പോകുന്നത് തകർച്ചയല്ല, പരാജയമല്ല, സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ കണ്ട് 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 മടുക്കത്തക്ക നിലകളിൽ നിന്റെ മേൽ ഒരു ഹോരേബിന്റെ പോർഷൻ. എനിക്കറിയാം, വചനമായിട്ട് ബന്ധമുള്ളവർക്ക് ഞാൻ പറയുന്ന കാര്യം എത്ര ഗൗരവമുള്ളതാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഹറാസി അവർക്ക് ഇതിനെ വെറുതെ വിടാൻ കഴിയത്തില്ല. കഴിവില്ലാഞ്ഞിട്ടല്ല, കഴിഞ്ഞ 80 വർഷം സ്തോത്രം മോശെ നീ വലഞ്ഞത് അതിന്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന ഒരു ദൈവിക പണി ഉണ്ടെങ്കിലും അതിന്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. കൊട്ടാരം മുതൽ നിന്നെ ഫോളോ ചെയ്യുന്ന ഒരു പ്രതിബന്ധമുണ്ട്. ആ പ്രതിബന്ധം പൊളിക്കാൻ ഹോരേബിൽ നിന്റെ മേൽ തുറന്ന ഒരു എൻകൗണ്ടർ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് രാത്രി ആ എൻകൗണ്ടർ ചിലരുടെ മേൽ ദൈവാത്മാവ് തുറക്കുകയാണ്. പറഞ്ഞിരിക്കുന്ന ദൈവ പദ്ധതി ഒരു ഭാഗത്തിലുണ്ടെങ്കിലും കൊട്ടാരം മുതൽ നിന്നെ അമ്മായപ്പന്റെ വീട് വരെ ഫോളോ ചെയ്തൊരു സ്പിരിറ്റ് ഉണ്ട്. ഒരു മിഥ്യാനിയ സ്പിരിറ്റ്, ഒരു മിശ്രമിയ സ്പിരിറ്റ് ഉണ്ട്. ഒരു മിശ്രമിയ സ്പിരിറ്റ് ഉണ്ട്. അവനെ ദൈവത്തിന്റെ ആത്മാവ് ഹോരബിൽ വെച്ച് ശബ്രാഖാറ്റാലാബാസിയാറ്റൽ മറ്റൊരു ദിശയിലേക്ക് ദൂത് കയറി പോവാണല്ലോ. ഞാൻ അവിടെ നിർത്തി ഒരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കുറെ മാസങ്ങൾക്ക് മുമ്പ് എന്റെ ചർച്ചയിൽ നടന്ന ഒരു ടാരി മീറ്റിംഗിൽ ഈ ദൂത് ഞാൻ തുറന്നായിരുന്നു. ഈ അടുത്ത് പറയാമെന്ന കാര്യം, മുൾപ്പടർപ്പ് കത്തുന്ന കാഴ്ച മോശ കാണുകയാണ്. മുൾപ്പടർപ്പിൽ വെച്ച് കർത്താവ് ചില കാര്യങ്ങളെ ഡീൽ ചെയ്യുകയാണ്. മുൾപ്പടർപ്പ് കത്തുന്നു, വെന്തു പോകുന്നില്ല. മുൾപ്പടർപ്പ് കത്തുന്നു, അത് വെന്തു പോകുന്നില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ മുള്ളുമായി ബന്ധപ്പെട്ട് വചനത്തിൽ പഠിക്കുവാണെങ്കിൽ ആദ്യ മനുഷ്യനായ ആദമും ഹവയും പ്രസൻസിനകത്തിരുന്ന് തേജസ്സിനകത്തിരുന്ന് പുറത്തായപ്പോൾ ശാപത്തിന്റെ ഭാഗമായി വെളിപ്പെട്ടതെന്നൊരു സംവിധാനമാണ് മുള്ളും പറക്കാരെയൊക്കെ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ആ മുൾപടർപ്പിനെ കത്തിച്ചിട്ട് ഒരു ദൂത് മോശയോട് കൈമാറുകയാണ്. മോശ, ഇനി ഒരു മുള്ളിന് നിന്നെ കുത്താൻ പറ്റത്തില്ല. പ്രവാസിയ, ഇനി ഒരു ശാപത്തിന് നിന്നെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി നിന്നെ ഞാൻ സ്വതന്ത്രമാക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിന്റെ ഇടയ്ക്ക് വീണു. മുള്ളിന്റെ ഇടയ്ക്ക് വീണപ്പോ എന്താ സംഭവിച്ചത്? വളരാൻ പറ്റാത്ത നിലകളിൽ മുള്ള് അവനെ ഞെരുക്കിക്കളഞ്ഞു. ഇന്ന് രാത്രി അടുത്ത ദൂത്, മോശേ, ഇനി നിന്നെ വളർച്ചയെ മുരടിപ്പിക്കാൻ കഴിയാത്ത നിലകളിൽ ഇന്ന് രാത്രി നിന്റെ മേലൊരു വിടുവലനെ ഞാൻ കൈമാറുകയാണ്. പരിശുദ്ധാത്മാവിനോട് ശക്തമായി പ്രവചിക്കുന്നു കേട്ടോ. ചില ശാപങ്ങൾ ഇന്ന് രാത്രി അവസാനിക്കുന്നു. നിന്റെ വളർച്ചയെ കഴിഞ്ഞ ദീർഘവർഷങ്ങളാൽ മുരടിപ്പിച്ചു കളഞ്ഞ ചില സ്വാധീനങ്ങൾക്കകത്ത് അസാധാരണമായ ജയം അഭിഷിക്തന്മാർ സ്വീകരിക്കാൻ കഴിയുന്നവർ ഈ ദൂതിനെ സ്വീകരിച്ച്, ബാബാസെ ഈ ദൂതിനെ സ്വീകരിച്ച് ഇന്ന് രാത്രി മുതൽ എന്തോ ഒരു പുതിയ ആരംഭത്തെ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കുകയാ. വളർച്ചയെ മുരടിപ്പിക്കാൻ കഴിയാത്ത ഒരു ശാപത്തിന് തുടരാൻ പറ്റാത്തതുപോലെ ജോസിച്ച ദൂതിനെ സ്വീകരിച്ചാട്ടെ. ലബാർത്തന പ്രമോസിയ ജോണച്ചാനും അങ്ങനെ അനോയിന്റിംഗ് വന്ന് വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ ദീർഘവർഷങ്ങളായി അഭിഷിക്തന്മാർക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന, അവരുടെ മേൽ കൈമാറപ്പെട്ട നിയോഗങ്ങൾക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന, അവരുടെ അകത്ത് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന അധികാര പുരുഷന് ചലിക്കാൻ കഴിയാവുന്ന വിലകളിൽ, അതോറിറ്റിക്ക് ചലിക്കാൻ കഴിയാവുന്ന വിലകളിൽ, സൂപ്പർ നാച്ചുറൽ സ്പിരിച്വൽ റത്തിന് മൂവാകാൻ പറ്റാത്തതുപോലെ ചലിച്ചു നിൽക്കുന്ന ചില ശാപങ്ങൾ ഇന്ന് രാത്രി അവസാനിക്കട്ടെ. വളർച്ചയെ മുരടിപ്പിച്ചു കളയുന്ന ഈ ലോകത്തിന്റെ സ്പിരിറ്റുകളെ യേശുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന 38 ഡിവൈസുകൾക്കകത്തിരുന്നു, കുടുംബങ്ങൾക്കകത്തിരുന്നു.
ഹോറാബാസിയ, ഇനി നിന്നെ നിയന്ത്രിക്കാൻ പോകുന്നത് കൊട്ടാരത്തിലെ രാജാവായ ഫറവോനല്ല, നിന്റെ അമ്മായപ്പനല്ല. ഇനി നിന്നെ നിയന്ത്രിക്കാൻ പോകുന്നത് അവൻ സ്വർഗത്തിലെ തീയാണ്. ഇനി നിന്നെ നിയന്ത്രിക്കാൻ പോകുന്നത് സ്വർഗത്തിലെ തീയാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനോട് വളരെ വ്യക്തമായി പറയുന്നു, നിയോഗമുള്ള ചിലർ ചില മനുഷ്യന്മാരുടെ കുരുക്കുകൾക്കകത്തു കുരുങ്ങിക്കിടക്കുമ്പോൾ നിയോഗമുള്ളവനെ അവൻ മനുഷ്യന് ബന്ധിക്കാൻ കഴിയത്തില്ലെന്ന് തെളിയിക്കത്തക്ക നിലകളിൽ ഒരു തീരെ നിന്റെ മേൽ കൈമാറി ഈ സീസണിൽ നിന്നെ അസാധാരണമായി ദൈവം ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ അവനെ വിശ്വസിക്കുന്നവർ കമോൺ കമോൺ കമോൺ. ഇന്ന് രാത്രി അടുത്ത ഡിവൈസുകളെ ശ്രദ്ധിക്കാതെ ചില മിനിറ്റുകൾ ഈ പ്രാരംഭ ദിവസം തന്നെ അഭിഷേകത്തോട് പ്രതികരിച്ച് ഓ ഷബ്രാറ്റിയ ലുബ്രാസേക്കേലിയാർത്ഥന ഈ മുള്ളിന്റെ ഇടയ്ക്ക് വീണ അവൻ വിത്തെന്നൊക്കെ പറയുമ്പോൾ അവനകത്ത് ചിന്തയുണ്ട് കേട്ടോ. ചിന്ത ഒരു പ്രധാനപ്പെട്ട ഫൈറ്റിംഗ് ആണ്. എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും. അതുമായിട്ട് നമുക്ക് ബന്ധമുള്ളതുകൊണ്ട് ഓടിച്ച് ഞാൻ പറയാം, ഈ ചിന്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. വചനം വളരെ അനുവദിക്കാതെ മിലകളിൽ സ്തോത്രം ദൈവ നിയോഗ പ്രകാരമുള്ള വളർച്ചയിലേക്ക് കയറാൻ പറ്റാത്ത മിലകളിൽ നിന്നെ കഴിഞ്ഞ ദീർഘവർഷങ്ങളെ ലോക്ക് ചെയ്ത ചില ചിന്തകളുണ്ടല്ലോ, ചില നെഗറ്റീവായ ചിന്തകളുണ്ടല്ലോ, നിന്നെ ഡിപ്രഷനിലേക്ക് നയിച്ച ചില ചിന്തകളുണ്ടല്ലോ, നിന്നെ നിരാശയിലേക്ക് നയിച്ച ചില ചിന്തകളുണ്ടല്ലോ. ഞാൻ ഒന്നുമില്ല, എനിക്ക് ഇനി കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടാൻ കഴിയത്തില്ല, ഈ വീടിനകത്ത് ചില ഒതുങ്ങി പോകുമെന്ന് നിന്റെ അകത്ത് കയറി വന്ന ചില ചിന്തകളുണ്ടല്ലോ. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ പൊളിക്കുകയാണ്. എന്നിട്ട് നിന്റെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട, നിന്റെ അകത്ത് നിക്ഷേപിക്കപ്പെട്ട ദൈവിക നിയോഗങ്ങൾ പരന്ന് പന്തലിക്കത്തക്ക നിലകളിൽ, ആ വചനം പരന്ന് പന്തലിക്കത്തക്ക നിലകളിൽ ഇന്ന് രാത്രി അസാധാരണമായ ഒരു തീയുടെ കൈമാറ്റം. ഓ പ്രാർത്ഥിക്കാമോ? പ്രഭോസി ആയിട്ടലി കർത്താവ് എല്ലാവരുടെ മേലെ ആ സാന്നിധ്യം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. എല്ലാവരുടെ മേലെ അനോയിന്റിംഗ് വ്യാപരിക്കട്ടെ. ഡാനിയൽ USA ജോയിൻ ചെയ്ത് അച്ഛനോട് ദൈവാത്മാവ് പ്രവചിക്കുന്നു, അച്ഛൻ ഒരു ഭയങ്കര പ്രാർത്ഥനയുടെ പോർട്ടൽ ദൈവം നിങ്ങളുടെ മേൽ തുറക്കുകയാണ്. ഒരു പ്രാർത്ഥനയുടെ പോർട്ടൽ, ഒരു വലിയ പ്രയർ ടീമുമായിട്ട് ദൈവം നിങ്ങളെ കണക്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നിങ്ങളുടെ വീട് ഒരു ഭയങ്കര പ്രാർത്ഥനയുടെ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ട് നിങ്ങളുടെ ഭവനം നിറയപ്പെടുന്നത്. ദൈവത്തിന്റെ ആത്മാവിനൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനെ ജോൺ എന്ന് പറഞ്ഞൊരു പേരെന്നെ കാണിക്കുന്നത് കേട്ടോ. ലാസാറ്റൽ കബാരി അറാദികൾ കബര, ആ നെയ്മുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ലാസാറ്റലെ പ്രഭേദിയ ശുഭാർത്തന പ്രഭാരി അന്തൽ കബര. അന്നമ്മ എന്ന് പറഞ്ഞൊരു പേര് ആത്മാവിനെ കാണിക്കുന്നു. പ്രഫോസിയ. ഈ രണ്ട് ദൈവങ്ങളുമായി ബന്ധപ്പെട്ടെന്തോ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവോട് പറയുന്നു. കർത്താവെ, ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാനിങ്ങനെ കാണുന്നു, നിങ്ങളുടെ ഫാമിലിക്കകത്ത് ചിലരുടെ മുമ്പിൽ ചില പുതിയ ഓപ്പർച്യൂണിറ്റികൾ തുറക്കപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. പുതിയ ഓപ്പർച്യൂണിറ്റികൾ തുറക്കപ്പെടുന്നത്, ജോലിയുമായി ബന്ധപ്പെട്ട എന്തോ ചില ദൈവിക വിടുതലുകൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് സംഭവിക്കുന്നത് പരിശുദ്ധ ആത്മാവിനെ കാണിക്കും. ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഓഫീസിന്റെ ഡോർ ആത്മാവ് തുറക്കുന്നല്ലോ. എന്തിലൊക്കെയാണോ ദൈവത്തിന്റെ ആത്മാ അപ്പോയിന്റ് ചെയ്യുന്നത് പോലെ ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. എവിടെയൊക്കെയാണോ ഒരു വാതിൽ തുറന്നിട്ട് ആ വാതിൽ അടയ്ക്കപ്പെട്ടു പോയപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, അടുത്തൊരു വാതിൽ ദൈവാത്മാവ് നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോകുക. നിങ്ങളുടെ സ്തംഭനാവസ്ഥകളെ ദൈവാത്മാവ് മാറ്റാൻ പോകുക. ഒരു അസാധാരണമായ ഡോർ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നു. ഓ ലബറാശേറിയ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് എല്ലാവരുടെ മേലും കർത്താവിന്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ ചലിക്കട്ടെ. ആശാ ജേക്കബ് എന്ന് പറഞ്ഞ ഡിവൈസിൽ ആന്റി ദൈവാത്മാ പറയും, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു വലിയ സെലിബ്രേഷൻ നടക്കാൻ പോവുക. ഈ ഭാവി സംബന്ധമായ ചില വിടുതലുകൾ നിങ്ങളുടെ വീടിനകത്തുള്ള ചിലരുടെ മേൽ ദൈവം തുറക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ചിലർ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ, ചില നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചിലർ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാഴ്ച എന്നെ കാണിക്കുകയാണ് കേട്ടോ. ലാസാറ്റൽക്കമനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവനെ ജോസ് എന്ന് പറഞ്ഞൊരു പേര്, കർത്താവ് ജോസ് എന്ന് പറഞ്ഞൊരു പേര് ദൈവാത്മാവ് എഴുതി കാണിക്കുന്നു. റാംഷോട്ടോലോ പ്രഭോനിയാദൽ ഖബാന. ആ പേരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കർത്താവ് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ
ഓ ഞാൻ ഇങ്ങനെ ഒരു റൂട്ട് ദൈവാത്മാവനെ കാണിക്കുന്നു. സ്തോത്രം. ഈ കോട്ടയത്തിൽ നിന്ന് ചങ്ങനാശ്ശേരി, തിരുവല്ല, സ്തോത്രം, തിരുവല്ല, ഈ പത്തനംതിട്ട, ഈ ഒരു റൂട്ട് പരിശുദ്ധാത്മാവനെ കാണിക്കുന്നു. ആ ഒരു റൂട്ടുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വലിയ വിടുവൽ ഉണ്ടാകുന്ന ആത്മാവനെ കാണിക്കുന്നു കേട്ടോ. ലക്കാബോ ഷെഖേറിയായിട്ടൽ പ്രഭോനിയാദൽ ഖവല. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ പറഞ്ഞു ചില ബാധ്യതയുടെ ചങ്ങലകളെ ദൈവം ബ്രേക്ക് ചെയ്യാൻ പോകുകയാണ്. പരിശുദ്ധൻ അടുത്തന്നെ കാണിക്കുന്ന കാഴ്ച ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ വിടുവലുകൾ സംഭവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു കേട്ടോ. ഭയങ്കര ഒരു ദൈവിക സമൃദ്ധിയെ പരിശുദ്ധാത്മാവ് തുറക്കുകയാ. ജീസസ് ലോർഡ്. പ്രാർത്ഥിച്ച് ലബോസിയാന്തര തരബലഘടകസിയാന്തൽ ഈ വരുന്ന മെയ് മാസവുമായി ബന്ധപ്പെട്ടൊരു വലിയ ഡെലിവറൻസ് നിങ്ങളുടെ കൂടാരത്തിനകത്ത് സംഭവിക്കും. ഈ മെയ് മാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കകത്ത് പ്രധാനപ്പെട്ട, നിങ്ങളുടെ കുടുംബത്തിൽ ചിലരുടെ പ്രധാനപ്പെട്ട ഇൻസിഡന്റുകൾ ഉണ്ടായ ഒരു മന്താണ് മെയ് എന്ന് പറഞ്ഞ മന്ത്. ലേബ്രോ കോഷിയാന്തൽ ഖബാന, എസിയാന്തൽ ഖബാന, റോഖോസിയാമന, വലിയ ഡെലിവറൻസുകൾ നടക്കാൻ പോവുകയാണ്. ഞാൻ ആന്റി ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയത്തെ ദൈവാത്മം എടുത്തു മാറ്റുന്നത് കേട്ടോ. ഭയപ്പെടേണ്ട, നിന്നോടുകൂടെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ചില മരണങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ സംഭവിച്ച ചില ഇൻസിഡന്റുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന ചില മുറിവുകൾ, മരണ റിലേറ്റഡായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറിയ ചില മുറിവുകളെ യേശു ഇന്ന് രാത്രി സൗഖ്യമാക്കുന്നു. അങ്ങനെയുള്ള ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. വലിയ ഡെലിവറൻസുകൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഡിവൈസിൽ ഇപ്പോൾ തന്നെ ഒരു ദൈവസാന്നിധ്യം ചലിക്കട്ടെ. റബോഷിയാന്തൽ കബാന ലിബ്രേസ്, എല്ലാ ലോക്കുകളും പൊട്ടിപ്പോകട്ടെ. എല്ലാ സ്റ്റക്കായ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക്. ഞാൻ കർത്താവിനോട് പറയുന്നു, ഇപ്പം എന്തുകൊണ്ട് മറത്തില്ല, പക്ഷേ ചില അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ദൈവീക വിടുവലുകൾ നിങ്ങളുടെ മേൽ സംഭവിക്കുമെന്ന്, രവീന്ദ്രന്റെ മേൽ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവരോട് പ്രവചിക്കാൻ പറഞ്ഞു കേട്ടോ. ലേബ്രാസിയ, വലിയ ഫിനാൻസ് ലോക്കുകൾക്കകത്ത് കിടക്കുന്ന ആത്മാവിനെ കാണിക്കുന്നു. അവന്റെ അകത്തിരുന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തെടുക്കും. ഹോ റബാസിയ, നിങ്ങൾ അധ്വാനിച്ചത് മൊത്തം നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഭയം, അവന്റെ അകത്തൊരു വലിയ ദൈവമകത്ത് ചലിക്കുന്ന പരിശുദ്ധാത്മാവെന്നെ കാണിക്കുകയാണ്. നിങ്ങളിലൂടെ ഒരു വലിയ റിവൈവൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോവുക. ഞാൻ ഇങ്ങനെ രാധ എന്ന് പറഞ്ഞൊരു പേര് ആത്മാവിനെ കാണിക്കുന്നത്. രാധ എന്ന് പറഞ്ഞൊരു പേര്, ലെബ്രോസിയാമര. രവീന്ദ്രൻ അച്ഛനോട് ദൈവാത്മാവ് രാധ എന്ന് പറഞ്ഞൊരു പേരിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറഞ്ഞു. അങ്ങനെ ഒരു നെയ്മുമായി കണക്ട് ചെയ്ത് ഒരു വലിയ വിടുവൽ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവനെ രാധ, രാജു എന്ന് പറഞ്ഞു, ഈ രണ്ട് പേര് ആത്മാവിനെ കാണിക്കും. യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവിക പ്രവർത്തികൾ സംഭവിക്കട്ടെ തന്നെ മേൽ. ഉറാദൽ ഖമാനിയ ജഗസ്ബിയാമ്പൽ ഖമന. ഞങ്ങൾ ഫ്രീ ആക്കി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരുടെ മേലും അസാധാരണമായ ദൈവമകത്ത് ചലിക്കട്ടെ കർത്താവെ. അന്നമ്മ മുംബൈ ഡിവൈസിൽ റാബാസിയ ബൽകബാന ഷുറോസിയ, ആ രണ്ട് കാര്യത്തിനകത്തും ആശാന്റിയോട് വളരെ വ്യക്തമായിട്ടാണ് ദൈവം സംസാരിച്ചത്. കർത്താവെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അന്നമ്മ എന്ന് പറഞ്ഞ ഡിവൈസിൽ ഇപ്പോൾ തന്നെ ദൈവസാന്നിധ്യം ചലിക്കട്ടെ. ഒരു അന്നമ്മ മുംബൈ യേശുവിന്റെ നാമത്തിൽ ദൈവമകത്ത് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. റാഷിയാറ്റലി ആ ഫാമിലിക്കകത്ത് വലിയ ഞാൻ കാണുന്നു ചില പൗരോഹിത്യ സ്വാധീനങ്ങളെ ദൈവം ബ്രേക്ക് ചെയ്യുന്നു കേട്ടോ. ഞാൻ കാണുന്നു ചില ഈ നിങ്ങളുടെ ഫാമിലിക്കകത്ത് ഈ പൗരോഹിത്യ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ചിലരെ ദൈവാത്മാവ് തൊടാൻ പോവുകയാണ്, ചിലരെ പരിശുദ്ധാത്മാവ് തൊടാൻ പോവുകയാണ്. റബാസിയാൻഡൻ ഷഠാറബി ജോർജ് എന്ന് പറഞ്ഞൊരു നെയ്മ് ആന്റി എന്നെ കാണിക്കുന്നു കേട്ടോ. അന്നമ്മ മുംബൈ ആന്റി ജോർജ് എന്ന് പറഞ്ഞൊരു പേര് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ലാഖോ ഷെക്കേറി ആയിട്ടടി ലബ്രാ ഷെക്കേറ്റിയാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫാമിലിക്കകത്ത് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലരുടെ മേൽ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭയങ്കര അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. ഷാബ്രാക്കാറ്റല മോസിയാറ്റൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് അടുത്തു വരുന്നു. ഓ ജീസസ്, ജീസസ് ലാസാചല പ്രഭോഷിയ, യെസ് തുരാബഹദിനി ഹംസറ്റൽ പ്രഭോസിയ. വലിയ ദൈവസാന്നിധ്യം ആ കുടുംബത്തിനകത്ത് ഇപ്പോൾ തന്നെ ചലിക്കട്ടെ. വലിയ ദൈവസാന്നിധ്യം ചലിക്കട്ടെ. എല്ലാ ബോണ്ടേജുകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൊട്ടിപ്പോകട്ടെ. കർത്താവ് പറയുന്ന ഒരു ജയത്തെ നിങ്ങളുടെ വീടിനകത്ത് ദൈവം തുറക്കാൻ പോകും.
ചില പ്രധാനപ്പെട്ട ലൈസൻസുകൾ തലമുറകളുടെ മേൽ തുറക്കപ്പെടുന്ന ആത്മാവിനെ കാണിക്കുന്നു. ചില പ്രധാനപ്പെട്ട ലൈസൻസുകൾ കുടുംബമായി ബന്ധപ്പെട്ട് ചിലരുടെ മേൽ തുറക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ കർത്താവ് ഫാമിലിക്ക് വേണ്ടി ചെയ്താട്ടെ. എല്ലാ ബോണ്ടേജുകളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ രോഗത്തിന്റെ സ്വാധീനങ്ങൾ പൊട്ടിപ്പോകട്ടെ. ദൈവാത്മ പറഞ്ഞ് ചില ഇംഗ്ലീഷ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടു അസാധാരണമായ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുകയാണ്. ഈ UK-യുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ ഡെലിവറൻസുകൾ ഉണ്ടാകുന്ന ആത്മാവിനെ കാണിക്കും. അതുപോലെ ആന്റി, നിങ്ങളുടെ ഫാമിലി എസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചില നെയിമുകളുമായി ബന്ധപ്പെട്ട്, എസ് എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചില പേരുകളുമായി ബന്ധപ്പെട്ടു, ലബാസി എസ് എന്ന് പറഞ്ഞ അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ ചില നെയിമുകൾ കണക്ട് ചെയ്തു വലിയ ഡെലിവറൻസ് ഉണ്ടാകുന്ന ആത്മാവിനെ കാണിക്കുന്നു. ലാസാറ്റലെ പ്രഭോസിയാബൽ ഖബാൻ. കർത്താവേ, ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കറിയാം ഇവിടെ കുഴപ്പമില്ല, ഇവിടെ UAE ഇപ്പം കുഴപ്പമില്ല ടൈം. പക്ഷെ ഇന്ത്യയിലൊക്കെ ഒരുപാട് സമയം മുമ്പോട്ട് പോയി. അതുകൊണ്ട് കർത്താവ് എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തിയുടെ എന്നാലും ഞാൻ എന്നോട് കർത്താവ് പ്രകാശിപ്പിച്ചൊരു വാക്യം വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഞാൻ പ്രിയപ്പെട്ട ജോസിച്ചാന്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, സ്തോത്രം. ആ വാക്യം ഇങ്ങനെയാണ്: 1 പത്രോസ് എഴുതിയ ലേഖനം, ആമേൻ, 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 1 പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അവന്റെ 7-ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. എനിക്ക് തോന്നുന്നു എന്നോട് കർത്താവിന് ഈ മീറ്റിങ്ങിന് വരുന്ന മുമ്പേ ആരൊക്കെയാണോ ഈ വചനം വായിച്ചിട്ടുണ്ട്, ഈ വാക്ക് സ്പെസിഫിക് ആയിട്ട് ഈ വചനം തന്നെ ആരൊക്കെയാണോ ഈ മീറ്റിങ്ങിനകത്ത് വരുന്ന മുമ്പ് തന്നെ, ഈ മീറ്റിങ്ങിനകത്ത് കയറുന്നവന്റെ തൊട്ടു മുമ്പ് ഈ വചനം വായിച്ചിട്ടാണ് ചിലർ ഈ മീറ്റിങ്ങിനകത്ത് കയറിയത്. സ്തോത്രം. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ അങ്ങനെ ഒരു വെളിപ്പാട് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരുന്നു. കർത്താവ്, ഈ വചനം നമ്മുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആക്റ്റീവ് ആകട്ടെ. എല്ലാ ചിന്താകുലങ്ങളും മാറിപ്പോകട്ടെ. എല്ലാവരെയും ബ്ലസ് ചെയ്യുന്ന കർത്താവ്, ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യെസ്, ലബാർത്തല പ്രഫോസി ഹൈറ്റലി റാഖാബാഷക്കെ റിയാന്തൽ ഖബാന. കർത്താവ് എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ മീറ്റിങ്ങിലുള്ള 38 ഡിവൈസുകളിൽ ദൈവസാന്നിധ്യം ചലിക്കട്ടെ. പ്രത്യേക ഈ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവസാന്നിധ്യം ചലിക്കട്ടെ. ഒരു വലിയ വിശാലത ദൈവം തുറക്കാൻ പോകുക. നന്ദി പറഞ്ഞു. ദൈവാത്മാ പറയുന്നത് ഒരിക്കലും നിർത്തരുത്. ഇതിലൂടെ ചില യാത്രകൾ ഓപ്പൺ ആകുമെന്ന് പരിശുദ്ധാത്മാ പറയും. ലബാസി കേറ്റിലി അപ്രഭാനം. അത് മാത്രമല്ല, ഒരു പ്രയർ ടവറിനെ കർത്താവ് നിങ്ങൾക്ക് തരാമോ? നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ ഒരു ഹോള് റെന്റിനെടുത്ത് കാര്യങ്ങൾ ചെയ്യത്തക്ക നിലകളിൽ ഒരു വാവിൽ ഒരു പ്രയർ ടവർ, അനേക പ്രാർത്ഥന സഹാരികൾക്ക് സപ്പോർട്ട് ചെയ്യത്തക്ക നിലകളിൽ നിങ്ങളുടെ കരത്തെ കർത്താവ് നന്മ കൊണ്ട് നിറയ്ക്കാൻ പോവുക. ഞാൻ ഈ ബ്രൗൺ കളർ ബൈൻഡ് ചെയ്ത് ഒരു ഡയറി ആത്മാവിനെ കാണി. ആ ഡയറിക്കകത്ത് ബ്ലൂ ഇങ്ക് കൊണ്ട് എഴുതി വച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ കർത്താവ് അതിനകത്തും വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. സിയാന്തൽ കബാൻ. കർത്താവ് പറഞ്ഞു, ഇന്നത്തെ ദിവസം അച്ചാനെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു വചനം ദൈവനെ വെളിപ്പെടുത്തി കാണിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ബാസിയാന്തൽ കബാൻ. അങ്ങനെ സ്ട്രൈക്ക് ചെയ്തൊരു വാക്യം കർത്താവ് എന്നെ കാണിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അടിക്കപ്പെടും. അങ്ങനെ ഒരു വചനം ഇന്നത്തെ ദിവസം നിങ്ങളെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. സാറ്റിലി പ്രഭോനിയ റാസിയാന്തൽ കവൻ. ഞാൻ കാണുന്ന അച്ഛൻ ഇപ്പം സുവിശേഷത്തിൽ ചില ഭാഗങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ കാണിക്കുന്നു. ലബ്രാഷക്കെ റിയാന്തൽ ഖബാൻ. കർത്താവ്, ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. വലിയ ഡെലിവറൻസുകൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. വലിയ ഡെലിവറൻസുകൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. ഒരു ഭയങ്കര പ്രൊഫറ്റിക് റലം ദൈവാത്മാവ് തുറക്കും. ഇതിൻ്റെ അകത്തിരിക്കുന്ന അഭിഷിക്തന്മാരോട് ഈ ഒരു പ്രൊഫറ്റിക് റലത്തിലേക്ക് കയറാൻ ആഗ്രഹമുള്ളവരോട് ദൈവാത്മാവ് പറയുന്നു, ഈ മീറ്റിംഗിൽ ഭയങ്കര ഒരു പ്രൊഫറ്റിക് റലത്തിലേക്ക് കർത്താവ് തുറക്കാൻ പോയി. ഈ പ്രൊഫറ്റിക്കൽ ടീച്ചിങ് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഓപ്പണായി വരാൻ പോകും. ലബാ സെക്കേറ്റിലി പ്രഫോസി ആയിട്ടലി.
ദൈവാത്മാവ് പറയുന്നു ഹമേ ചില ചില ആഫ്രിക്കൻ കൺട്രീസിനൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള വഴികൾ ദൈവം തുറക്കാൻ പോകും. അഭിഷിക്തന്മാരോട് ജോസിച്ചാന് മാത്രമല്ല ബാവപ്പാസ്റ്റോടും ദൈവാത്മാവ് പറയുന്നു ലാബ്രോ ഷെക്കേറി യാബൽ കബാന, കർത്താവ് ഞങ്ങൾ തുറക്കുന്നു. അച്ഛാ ദൈവം എന്നെ കാണിക്കുന്നു, ഒരു ഹോൾ എടുക്കുന്നു, ഹോൾ എടുത്ത് നിങ്ങൾ ചില പണികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവിനെ കാണിക്കുന്നു. 2024 അവസാനിക്കും മുമ്പ് തന്നെ കർത്താവ് അത് ചെയ്യും, കർത്താവ് അത് ചെയ്യും, കർത്താവ് അത് ചെയ്യും. ഹോളി സ്പിരിറ്റ് കർത്താവെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു, ബ്ലസ് ചെയ്യുന്നു. ലബാർത്തന പ്രബോസി അച്ഛാ അവിടെയുള്ള ചില ലോക്കൽസിനെ തൊടാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോവുക, കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകും. ലോക്കൽസിനെ തൊടാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകും. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാവുപ്പാസ്റ്റോട് എന്നോട് ദൂത് ദൈവം പറയാൻ പറയുന്നു, അച്ഛാ നിങ്ങളെ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ദൈവം ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. ഒരു പ്രധാനപ്പെട്ട സിറ്റിയിലേക്ക് കർത്താവ് നിങ്ങളെ മാറ്റാൻ പോകും. വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റിയിലേക്ക്, ആ സിറ്റിയോടുള്ള ബന്ധത്തിൽ യാത്രയ്ക്ക് വളരെ സൗകര്യമുള്ള അവിടെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയിലേക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ലാബോ ഷെക്കേറിയാന്തൽ. ഇതിനകത്ത് ദിവസങ്ങളിൽ ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു ദൂത് ഏറ്റെടുത്തോ. രണ്ട് ദൈവം പറയുന്നു, കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് റെന്റ് പോലും കൊടുക്കാൻ പറ്റാത്ത നിലയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ചില വ്യക്തികളുടെ മേൽ വലിയ ഡെലിവറൻസ് നടക്കുന്ന ആത്മാവിനെ കാണിക്കുന്നു കേട്ടോ. ലാസാറ്റലെ പ്രപ്പോസ് ചെയ്യാറ്റ് കർത്താവെ ബ്ലസ് ചെയ്യുന്നു. എല്ലാ തലങ്ങളും തുറക്കട്ടെ. എൻ്റെ മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് ജോസിച്ചാനെ ബ്ലസ് ചെയ്യുന്നു, ജാൻസി ആന്റിയെ ബ്ലസ് ചെയ്യുന്നു, അന്നമ്മ മുംബൈയെ ബ്ലസ് ചെയ്യുന്നു, സാരാമ്മ ഭാസ്കരൻ എന്ന് പറഞ്ഞ ആന്റിയെ ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. സിനി സലീം എന്ന ഡിവൈസിൽ കർത്താവെ അസിസ്റ്റന്റ് യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഡെയ്സി ജോർജ് എന്ന് പറഞ്ഞ ആന്റി യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ജയ ജോൺ എന്ന് പറയുന്ന ആന്റി യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. രത്ന എന്ന് പറയുന്ന ആന്റിയെ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അപ്പ തേജു എന്ന് പറഞ്ഞ അച്ഛനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. റെൻസി ഡെന്നീസ് എന്ന് പറഞ്ഞ ആ സിസ്റ്ററിനെ ബ്ലസ് ചെയ്യുന്നു. സിസ്റ്റർ എന്നോട് ആത്മാവ് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ഒരു ശമുവേൽ എഴുന്നേറ്റ് വരുന്ന ആത്മാവിനെ കാണിക്കും. ലബാർത്ഥന പ്രബോസ്, ഒരു പ്രൊഫറ്റിക്കൽ ജനറേഷൻ നിങ്ങളുടെ വീടിനകത്ത് എഴുന്നേക്കാൻ പോകും. അനുഗ്രഹിക്കുന്നു. സുനിൽ സലീം എന്ന് പറഞ്ഞ ഡിവൈസിൽ ഇപ്പോൾ തന്നെ ദൈവസാന്നിധ്യം ചലിക്കട്ടെ. ഞാൻ കാണുന്നു മറ്റൊരു ടൈം സോണുമായി ബന്ധപ്പെട്ട്, ഒരു അതർ ടൈം സോണുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഡെലിവറൻസ് നിങ്ങളുടെ മേൽ സംഭവിക്കുന്നത് ആത്മാവിനെ കാണിക്കുന്നു കേട്ടോ. കർത്താവെ ബ്ലസ് ചെയ്യുന്നു. ഈ സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ, കമ്പ്യൂട്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സിസ്റ്റത്തിന്റെ മുമ്പിൽ ആമേൻ നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഒരു വെളിപ്പാട് ആത്മാവിനെ കാണിക്കുന്നു. അപ്പോൾ തന്നെ ഒരു ഭയങ്കര നിയോഗം നിങ്ങളുടെ മേലുണ്ട്. ഒരു ശുശ്രൂഷയുടെ തലം ദൈവം നിങ്ങളുടെ മേൽ തുറക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കൂട്ടത്തെ ലീഡ് ചെയ്യത്തക്ക നിലകളിൽ കർത്താവ് നിങ്ങളെ പണിയുമെന്ന്, ആ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. ജിസ ഐഫോൺ എന്ന് പറഞ്ഞ ഡിവൈസ് കർത്താവെ ആ ഡിവൈസിന് യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെ ബ്രേക്ക് ചെയ്യുന്നു. ഒരു ജയത്തെ കൽപ്പിക്കുന്നു. ജോൺ മാത്യു അച്ചാനെ ബ്ലസ് ചെയ്യുന്നു. ഡെയ്സി എന്ന് പറഞ്ഞ ഡിവൈസിൽ ഭയങ്കര സൗഖ്യങ്ങൾ നടക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഡയാന ജോസഫ് എന്ന് പറഞ്ഞ ആന്റി യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ആശ ജേക്കബ് എന്ന് പറഞ്ഞ ആന്റി ബ്ലസ് ചെയ്യുന്നു. ഡെനി പീറ്റർ കർത്താവെ ആ ഡിവൈസിൽ എല്ലാ ഫിനാൻസ് സ്ട്രഗിളുകളും പൊട്ടിപ്പോകട്ടെ. ഡോറുകളെ ഞാൻ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിരാശയുടെ വേരുകൾ അടിയട്ടെ. ഈ എല്ലാ ഭിന്നതയുടെ സ്പിരിറ്റുകളെ ബ്രേക്ക് ചെയ്യുന്നു. ലബ സെപ്പറേറ്റ് ചെയ്യാൻ പിശാചിടുന്ന ചില പ്ലാനുകൾ ആ കൂടാരത്തിന്റെ അകത്തിരുന്നു ചില വ്യക്തികളുടെ മേൽ നിന്ന് അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഡിവൈസ് ബ്ലസ് ചെയ്യുന്നു. ആ പൊന്നമെന്ന് പറഞ്ഞ ആന്റെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഡാനിയൽ USA അച്ഛനെ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ ഭാവിച്ചാനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും 34 ഡിവൈസുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ജോസിച്ചാനെ കുടുംബമായി കർത്താവ് മാനിക്കണം. എല്ലാവരുടെ അവസ്ഥകൾക്കെല്ലാം കർത്താവ് മാറ്റി വരുന്നു. ഭയങ്കര ബ്രേക്ക് ത്രൂവിനെ കൽപ്പിക്കും. അത്ഭുതങ്ങൾ ചെയ്തതിന്റെ നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ജോസിച്ചായനോട് പ്രത്യേക യേശുവിന്റെ നാമത്തിൽ എന്റെ നന്ദി അറിയിക്കുന്നു. ബാബു പാസ്റ്ററോടും നന്ദി അറിയിക്കുന്നു. എല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവിടുത്തെ സമയം മനസ്സിലാക്കിയാണ് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. താങ്ക് യു.